എൻ്റെ പേര് ജോസ് പാപ്പച്ചൻ. എൻ്റെ വൈഫിന്റെ പേര് ഷീജ ജോസ്. എനിക്ക് 2 മക്കളുണ്ട്. സ്റ്റീഫൻ BBA കഴിഞ്ഞ് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയി ജോലി ചെയ്യുന്നു. ഇളമോൻ ജോഷുവ കൊച്ചിയിൽ BCom ചെയ്യുന്നു. ചെറിയ മാളില് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ അവനെ ജോലി വിട്ടു. BCom പരീക്ഷ എഴുതാൻ വേണ്ടി. ഇതാ ഞങ്ങളുടെ കുടുംബം. പിന്നെ ഞാന് മാതാപിതാക്കളുടെ മൂത്ത പൈതലായോണ്ട്, ആദ്യത്തെ സന്താനമായോണ്ട് വറ്റിയാർ മാവേലിക്കരയിലാണ് ജനിച്ച്. പക്ഷെ വളരെ വടക്കേന്ത്യയിൽ പല പ്രദേശത്തായിട്ടാണ്. അതുകൊണ്ട് എനിക്ക് മലയാളം എഴുതാനോ വായിക്കാനോ ഒന്നും അറിയത്തില്ല. എൻ്റെ ഫാദർ, എൻ്റെ പിതാവ് UP-യിലെ റേണുക്കൂട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അത് മിർസാപൂർ ജില്ലയിലായിരുന്നു. ഇപ്പൊ സോൻഭദ്ര ജില്ലയായി. സോൻഭദ്ര ജില്ലയിൽ ഒരു പ്രദേശമാണ് ഹിൻഡാൽകോ സ്റ്റീൽ അലുമിനിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ബിർളയുടെ കമ്പനിയിലെ പിതാവ് ജനറൽ ഫോർമാൻ ആയിരുന്നു. മാതാവ് ബിർളയുടെ ഹോസ്പിറ്റലിലെ ലാബ് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് ബ്രദറൻ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആരാധന നടക്കുമായിരുന്നു. സഭയിലെ മൂപ്പന്മാർ ദൂരെ നിന്നൊക്കെ വന്ന് ആരാധന നടത്തുകയും സ്പെഷ്യൽ മീറ്റിംഗ് ഒക്കെ നടത്തുമായിരുന്നു. അങ്ങനെ. പക്ഷേ വീട്ടിലെ അനുഭവം എന്ന് പറഞ്ഞാൽ വീട്ടില് സമാധാനം ഇല്ല. എപ്പോഴും മാതാപിതാക്കൾ തമ്മി ഒരു ചേർച്ചയില്ലായിരുന്നു. എപ്പോഴും തമ്മി വഴക്കായിരുന്നു. അങ്ങനത്തെ അവസ്ഥ. എന്നാലും ചെറിയ കുട്ടികളാണ്ട് അത്ര മഹത്വം മനസ്സിലായില്ല. പിന്നെ ഇവര് 77 കുവൈറ്റിൽ പോയി. 77 കുവൈറ്റിൽ പോയപ്പോൾ രാജസ്ഥാൻ ഇമ്മാനുവൽ മിഷൻ ഡോക്ടർ MA തോമസിന്റെ അവിടെ ഞങ്ങളെ ആക്കിയിട്ടാണ് കൊണ്ടുപോയത്. അവിടെ പോയപ്പോ അവരെ ഈ MA തോമസ് ഇവരെ ഇട്ടു, ഇമ്മാനുവൽ മിഷൻകാരിട്ടു. ഞങ്ങളെ ഹോസ്റ്റൽ തുടങ്ങി. ഹോസ്റ്റലില് സ്കൂളിന്റെ യൂണിഫോം ഇങ്ങനെ, ഹോസ്റ്റലിൽ ഇങ്ങനെയൊക്കെ ഒക്കെ പടം കാണിച്ചു. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോ ഹോസ്റ്റലൊന്നുമില്ല. MA തോമസിന്റെ സഹോദരൻ അബ്രഹാം തോമസിന്റെ വീട്ടിലാണ് കുറച്ച് ദിവസം നിന്ന്. മാതാപിതാക്കൾക്ക് എവിടെയെങ്കിലും ഞങ്ങൾ തള്ളിയിട്ടിട്ട് എത്ര വേഗം കുവൈറ്റിൽ പോകണമെന്നുള്ള ചിന്ത അവിടെ ആക്കിയിട്ട് ഞങ്ങൾ പോയി. അവിടെ തൊട്ട് പിന്നെ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ 79 എൻ്റെ മാതാപിതാക്കൾ തമ്മി പിരിഞ്ഞു. പിന്നെ കാരണമായിട്ട് ഞാൻ പല വീടുകളും പല ഹോസ്റ്റലിൽ വളർന്നുകൊണ്ട്, പ്രത്യേകിച്ച് കാത്തലിക് സ്കൂളിലൊക്കെ വളർന്നുകൊണ്ട് ഹോസ്റ്റലൊക്കെ വളർന്നുകൊണ്ട് എനിക്ക് ദൈവത്തോട് അങ്ങനെ ഒരു ബന്ധമില്ല. അങ്ങനെ സൺഡേ സ്കൂളോ VBSോ ഒന്നും കിട്ടിയിട്ടില്ല. അന്നേരം അവസരം എല്ലാം കിട്ടുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുന്ന ഒരു അനുഭവമാണ്. യോനാടോട്ട് ഓടി നടക്കുന്ന വ്യക്തിയാണ്. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ഒരു പ്ലാനും പദ്ധതി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെന്നായിരിക്കും. ആ ദൈവം എങ്ങനെയായാലും ഞാൻ ഇങ്ങനെ രണ്ട് ദിവസം തള്ളി പറഞ്ഞാലും ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്ന് പോവുകയാണെങ്കിലും എങ്ങനെ ഞാൻ ഓട്ടോമാറ്റിക്കലി സഭ ചെന്നിരിക്കും. അങ്ങനായിരുന്നു. പിന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. പിന്നെ ബാംഗ്ലൂരിലായിരുന്നു. ബാംഗ്ലൂർ പഠിച്ചും കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ കല്യാണം കഴിച്ചു. ഞാൻ ബാംഗ്ലൂരിലെ ന്യൂ ലാക്ക് ബൈബിൾ കോളേജ് ഡോക്ടർ ജോൺ താനിക്കൽ എൻ്റെ ബൈബിൾ കോളേജ് കുറച്ച് കാലഘട്ടം പഠിച്ചു. പക്ഷെ വലിയ സമർപ്പണത്തോടൊന്നും അല്ല, ദൈവവേല ചെയ്യണം അങ്ങനെ. പക്ഷേ ഞാന് പിന്നെ കല്യാണം കഴിച്ച് ഞങ്ങൾ നാട്ടിൽ വന്നു. ഞാനും എൻ്റെ വൈഫും എൻ്റെ മക്കളായിട്ട് അവിടെ വന്നപ്പം പിന്നെ ഞാൻ കുമ്പനാട് 2005 കുമ്പനാട് പഠിക്കാൻ പോയി. 2008 ഗ്രാജുവേറ്റ് ആണ്. പക്ഷെ ചെറിയ പ്രതിസന്ധി കാരണം 2013 ഞാൻ ഗ്രാജുവേറ്റ് ആയ. ഞാൻ പറയട്ടെ, എൻ്റെ വീട്ടില് ഞാൻ മാതാപിതാക്കൾക്ക് ഏക സന്താനം, ഒരു ആൺ സന്താനം ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് 2 സഹോദരിമാരുണ്ട്. എനിക്ക് നാട്ടിലോ വീട്ടിലോ സഭയിലോ ദേശത്തിൽ ആർക്കും ഞാൻ ഒരു മതിപ്പല്ല, ആരും എന്നെ ഒരു വില കൽപ്പിച്ചിട്ടില്ലായിരുന്നു. എന്നെ നിസ്സാരമായിട്ട് എന്നെ കണ്ടിരുന്ന പൊട്ടൻ, വട്ടൻ, തെമ്മാടി, പോക്രി എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ദൈവവചനമുണ്ട്, ബലവാനെ ലജ്ജിപ്പിക്കാൻ ബലീനെ തിരഞ്ഞെടുത്ത്, ബുദ്ധിമാനെ ലജ്ജിപ്പിക്കാൻ ബുദ്ധിനെ തിരഞ്ഞെടുത്ത്. അതുകൊണ്ട് ദൈവം എന്നെ എല്ലായിടത്തും നിർത്തി. അങ്ങനെ
ദൈവം ആ പ്രതിസന്ധിയിൽ ആ വാഗ്ദത്ത പ്രകാരം എന്നെ നിർത്തി. ഞാൻ പറയട്ടെ, ഇന്ന് വടക്കേന്ത്യയിൽ പോയോണ്ടാണ് ഞങ്ങൾക്ക് എന്നെ ഒരു ചെറിയ അഡ്രസ്സിലും കിട്ടിയിരിക്കുന്നത്. ഞാൻ എൻ്റെ അഹങ്കാരം കൊണ്ടല്ല പറഞ്ഞ, താഴ്മയോടെ പറയുന്നത്. ദൈവം എന്നെ നിർത്തി നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥന ദൈവവചനത്തിലെ വാഗ്ദത്വമാണ്. അങ്ങനെ 2013 പിന്നെ ഗ്രാജുവേറ്റ് ആയി. ഞങ്ങൾ ആദ്യം കല്യാണം കഴിഞ്ഞ് ആദ്യമൊക്കെ തിരുവല്ല മെഡിക്കൽ മിഷനിലെ ഡോക്ടർ കുര്യൻ അങ്കിൾ എന്ന് പറഞ്ഞ ഒരു അങ്കിളുണ്ട്. തിരുവല്ലയിലെ പുള്ളി റിട്ടയർഡ് അഗ്രികൾച്ചർ പ്രൊഫസറാണ്. പുള്ളിയുടെ ചേർന്ന പുള്ളിക്ക് ഒരു ഗ്രേസ് മിഷൻ പറഞ്ഞ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിയുടെ ചേർന്ന് ഹോസ്പിറ്റൽ മിനിസ്ട്രി ചെയ്യുമായിരുന്നു. അവിടെ പിന്നെ രോഗികളെ സന്ദർശിച്ച് അവരെ ഒരു ഇവരുടെ ബിൽഡിങ്ങിൽ കൊണ്ടുവന്നിട്ട് അവരുടെ സുശേഷം അറിയിച്ച് പിന്നെ അവരെ സഭയിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ ഒന്നും സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഞാൻ ആ ദേവദാസനെ പറഞ്ഞ് എന്നെ വേറെ വല്ല സ്ഥലത്താക്കാൻ പറഞ്ഞു. അങ്ങനെ മദ്രാസില് പാസ്റ്റർ സൈലസ് മാത്യു ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് അമ്പത്തൂരില് പുള്ളിയുടെ കീഴെ പുള്ളിക്ക് ഒരു പ്രവർത്തനമുണ്ട്. ഈ ഹിൽ സോങ്ങിന്റെ ഒക്കെ സ്പോൺസറുള്ള ഒരു പ്രവർത്തനമുണ്ട്. സ്ട്രീറ്റ് ചിൽഡ്രന്റെ മധ്യത്തിലുള്ള പ്രവർത്തനം. തിരുവല്ല പിള്ളേരെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകിട്ട് അങ്ങനെ അലിഞ്ഞ് നടക്കും. പിന്നെ ഈ റെയിൽവേ ആളത്തിന്റെ നട്ടും ബോൾട്ടും മോഷ്ടിച്ച് അതിന് ട്രെയിനിൽ ചിലപ്പോൾ പൈസ വല്ല അവർക്ക് കിട്ടും. അതൊക്കെ എടുത്ത് നടക്കുന്ന പിള്ളേർ, ഡ്രഗ്സും ഒക്കെ എടുക്കുന്ന പിള്ളേർ. ആ പിള്ളേരെ ഞങ്ങൾ ബസ്സിൽ കയറ്റി, ഒരു ബസ്സുണ്ട്, ആ ബസ്സിൽ കയറ്റി അവരെ സുശേഷം ആക്ഷൻ സോങ് മുഖാന്തരമൊക്കെ പഠിപ്പിച്ച് കഥയൊക്കെ പറഞ്ഞ് പിന്നെ അവരെ ആൽഫബറ്റ് ABCD ഒക്കെ പഠിപ്പിച്ച് 1 2 3 അങ്ങനെയൊക്കെ പഠിപ്പിച്ച് ഇവരെ സ്കൂളിൽ ചേർക്കുന്ന പ്രവർത്തനമായിരുന്നു. എന്നിട്ടും എനിക്ക് അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഞാൻ വടക്കേന്ത്യ വളർന്നുകൊണ്ട് വടക്കേന്ത്യ തന്നെ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സിസ്റ്റർ പത്മ മുതലിയാർ മദ്രാസില് ചെന്നൈയില് അവർക്ക് അവിടെ പ്രവർത്തനമുണ്ട്. അവര് വലിയ കൺവെൻഷൻ പ്രസംഗിക്കുന്ന ആ ദേവദാസി അറിയപ്പെടുന്ന ഒരു ദേവദാസി. ആ ദേവദാസി എന്നോട് എനിക്ക് പരിചയം. ആ ദേവദാസിയോട് പറഞ്ഞു എനിക്ക് ഏതെങ്കിലും വഴി കാണിക്കാൻ. ആ ദേവദാസി എനിക്ക് 2 വഴി പറഞ്ഞു. ഒന്ന് ശ്രീലങ്കയിൽ പോവാണെങ്കിൽ മക്കളെ ഇവിടെ ഹോസ്റ്റലാക്കിയിട്ട് ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേണ്ട. അന്നേരം പുള്ളിക്കാരത്ത് പറഞ്ഞു ബീഹാറില് ജെയിംസിന്റെ ഒരു പ്രവർത്തനം ഉണ്ട്, അവിടെ നിങ്ങളെ ആക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. പിന്നെ അഗസ്റ്റിൻ ജയകുമാർ ഞങ്ങളെ ഇന്റർവ്യൂ ചെയ്തു. പിന്നെ അവരുടെ പ്രവർത്തനത്തിന് പോയി. അവരുടെ പ്രവർത്തനം പറഞ്ഞ റെഡ് ലൈറ്റ് സ്ത്രീകളുടെ മധ്യത്തിൽ പ്രവർത്തിക്കാനുള്ള പ്രവർത്തനം. ഞാൻ പറയട്ടെ, ഞങ്ങൾ പോകുന്ന മുമ്പേ ഞങ്ങൾക്ക് നാട്ടില് ഒരേക്കർ സ്ഥലം വീടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആരോടും പറഞ്ഞില്ല. പിതാവിനോട് പറഞ്ഞില്ല. പിതാവിനോട് പറഞ്ഞ പിതാവ് സ്നേഹം കൊണ്ടല്ല, പിതാവ് ചിന്തിക്കുന്നത് ഞാൻ ഇവിടെ തന്നെ റബ്ബർ പറമ്പില് കഷ്ടപ്പെട്ട് അവിടെ തന്നെ തോലയണം. മമ്മിയുടെ ചിന്ത മമ്മിയുടെ ഓരി ഇവിടെ കിടപ്പുണ്ട്. മക്കളുടെ ചിന്ത അവരുടെ കൂട്ടുകാർ ബന്ധുക്കാർ ഇവിടെ ആണല്ലോ, അവരെ എങ്ങനെ വിട്ടിട്ട് പോകുന്നത്. സഭയിലെ ദാദാസിന്റെ ചിന്ത ഇവനെ കൊണ്ട് എന്തോനെ കൊള്ളാം, ഇവനെന്തോ ചെയ്യാനാ. അതുകൊണ്ട് ആരും പറഞ്ഞില്ല. ഞങ്ങൾ വിശ്വാസത്തോട് ഇറങ്ങി. ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് തന്നെ അറിയത്തില്ല. എനിക്ക് ആ സമയത്ത് പറഞ്ഞാൽ എനിക്ക് ഒരു ആത്മവിശ്വാസം ഇല്ലായിരുന്നു. ഞാൻ പറയാൻ മറന്നുപോയി. എൻ്റെ ആദ്യമായിട്ട് ഞാൻ നിന്ദിക്കപ്പെടാനൊക്കെ ഒറ്റപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാരണം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പ്രായം അനുസരിച്ചല്ല എൻ്റെ ബുദ്ധി, കുറെ പുറമോട്ടായിരുന്നു ബുദ്ധി. അനേകർ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഇപ്പം ബുദ്ധിയൊക്കെ വികസനമായ. അതുകൊണ്ട് എനിക്കും ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ഞാൻ പരാജയ വ്യക്തിയായിരുന്നു. പക്ഷെ ദൈവം എന്നെ വടക്കേന്ത്യ കൊണ്ടുപോയി തൊട്ട് ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. അവിടെ റെഡ് ലൈറ്റ് സ്ത്രീകളുടെ മധ്യത്തിൽ പ്രവർത്തിക്കാനായിരുന്നു ഞങ്ങളെ ട്രെയിൻ ചെയ്ത അവർ പീപ്പിൾ പ്രോജക്റ്റ്. ആ പ്രവർത്തനത്തെ പറഞ്ഞത് എന്നുവെച്ചാൽ 50 പിള്ളേരെ ഞങ്ങള് ഒരു മിനി ഹോസ്റ്റൽ രീതിയിൽ നടത്തിയിട്ട് ഈ സ്ത്രീകളുടെ മധ്യത്തിൽ അടുത്ത് പോയിട്ട് അവരുടെ സുശേഷം അറിയിച്ച് അവരെ ആ വഴിയിൽ നിന്ന് തിരിപ്പിക്കുന്ന പ്രവർത്തനമായിരുന്നു.
ദൈവം അവിടെ തൊട്ട് എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. പല വിദേശികൾ വരുന്നു, അവരെയൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്യാനൊക്കെ ദൈവം എന്നെ ഉപയോഗിച്ചു. പിന്നെ 2-3 സ്ഥലത്ത് പ്രൊജക്ട് തുടങ്ങാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഞാൻ അവിടെ ഒരു ചെറിയ സൂപ്പർവൈസർ പോലായി. പക്ഷേ ശത്രു സാത്താൻ എങ്ങും നിർത്തത്തില്ല എന്നറിയാമല്ലോ ദേദാസന്മാരെ. അങ്ങനെ ആയിരുന്നു. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഞങ്ങൾ ഒരു പ്രാവശ്യം നാട്ടിൽ വന്ന് ചെറിയ അവധിക്ക് വന്ന് ഞങ്ങളുടെ വീടൊക്കെ അപ്പം നഷ്ടപ്പെട്ടു. പിതാവതേടത്ത് വിറ്റുമൊക്കെ ചെയ്തു. അന്നേരം ഞങ്ങൾ വേറെ ഒരു ദേവദാസിന്റെ വീട്ടിൽ താമസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവരുടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വൈഫിന് ഒരു ദർശനം കിട്ടി. കത്തി വൈഫ് പറഞ്ഞു, ഈ ആന്റണി പറഞ്ഞു, ഞാൻ നമ്മളെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ദർശനം കാണുന്നു, കത്തി എന്ന് പറഞ്ഞു. അന്നേരം ആ ദേവദാസ് പറഞ്ഞു, നിനക്ക് പൊട്ട് പറ്റിയതായിരിക്കും, നിനക്ക് വല്ല മട്ടായിരിക്കും, ദൈവം മുറി ദർശനം ഒന്നും തരത്തില്ല, ദൈവം ദർശനം തരുവാണെങ്കിൽ വ്യക്തമായിട്ട് തരുമെന്ന്. അന്നേരം ഇവിടെ നിരാശപ്പെട്ട് പ്രാർത്ഥിക്കാൻ വിട്ടു. പിന്നെ ഞങ്ങള് നാട്ടിൽ നിന്ന് തിരിച്ച് ബീഹാറിൽ പോയി ഞാൻ പറയുന്നില്ല, പിന്നെ എങ്ങനെ സംഭവിച്ചെന്ന് പറയുന്നില്ല. എൻ്റെ വയറ്റില് കത്തി കൊണ്ട് ഞാൻ ഈ പച്ചക്ക് എന്റെ ഇങ്ങനെ തന്നെ പച്ചക്ക് എടുത്തു. പിന്നെ അവിടെ UP ബീഹാറിലെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഗ്രാമങ്ങളുടെ ക്ലിനിക്കുകളുണ്ട്. അവിടെ വെളിയിൽ ബോർഡുണ്ട്, FRCS ലണ്ടനും പല ഡിഗ്രിയൊക്കെ കാണും. പക്ഷേ ഈ ഡോക്ടർമാർ സ്കൂൾ പോലും പോകാത്ത ഡോക്ടർമാരാ. അങ്ങനത്തെ ഡോക്ടറെ അന്നേരം ആ ഡോക്ടർ പച്ചയ്ക്ക് തന്നെ ഓപ്പറേഷൻ ചെയ്തു, അനസ്തേഷ്യ ഒക്കെ തരാതെ തന്നെ. അത് ഇച്ചിരി കോംപ്ലിക്കേഷനായി. അത് എനിക്ക് കോംപ്ലിക്കേഷനായി. പുള്ളി പറഞ്ഞു, ഇഞ്ചക്ഷൻ തന്നിട്ട് പറഞ്ഞു, നീ വീട്ടിൽ ചെന്ന് കിച്ചടിയും കഴിക്ക്, വെള്ളം കുടിക്കാൻ പറഞ്ഞു. ഞാൻ കിച്ചടിയും കഴിച്ച് വെള്ളം കുടിച്ചു. പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോൾ രാത്രിയായപ്പം എൻ്റെ വയറ്റിൽ നിന്ന് വെള്ളം രക്തം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. എനിക്ക് മരണപ്രാണമായി. ഞാൻ ഭാര്യയുടെ മക്കളോട് പറയും, ഞാൻ മരിക്കും. ഇവരെന്താ ചെയ്യുന്നു, ആ സമയത്ത് ഇവര് പാസ്റ്ററെ വിളിക്കും, പാസ്റ്ററുടെ ഈ ഡോക്ടറെ വിളിക്കും. ഡോക്ടർ പറയുന്നത്, നാളെ ഇയാൾ വന്നാൽ 2 ഇഞ്ചക്ഷനോട് തന്നാൽ ഇയാൾ നേരെയാവും. ഞാൻ അവിടെ ചെന്നായിരുന്നെങ്കിൽ ഞാൻ മരിച്ചുപോയായിരുന്നു. ഞാൻ മരിച്ചുപോയായിരുന്നു. പക്ഷേ അതുകൊണ്ട് അവിടെ പോയില്ല. രാവിലെ എങ്ങനെ ജെംസ് ഹോസ്പിറ്റലിൽ പോയി അവിടെ വയറെല്ലാം ക്ലീൻ ചെയ്തു. എൻ്റെ വയറിലും പിന്നെ ട്യൂബ് കണക്ട് ചെയ്തു, ഓക്സിജൻ കണക്ട് ചെയ്തു. പിന്നെ എൻ്റെ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ വാരണാസിയിൽ പറഞ്ഞു വിട്ടു. അത് ജാതികളുടെ ഹോസ്പിറ്റലായിരുന്നു. ആ ജാതികളുടെ ഹോസ്പിറ്റല് അവർ പറഞ്ഞു, വൈഫിൻ്റെയോട് മക്കളോട് പറഞ്ഞു, ഇത് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ 1.5 ലക്ഷം രൂപയാണ്. പക്ഷേ ഇയാൾ ജീവിക്കുമെന്ന്, ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് ഒരു ഗ്യാരണ്ടി ഞങ്ങൾക്ക് തരാനൊക്കത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ സംസാരിക്കുന്നു, കാണുന്നു, പക്ഷെ എൻ്റെ ബോഡി ഫങ്ഷൻ എല്ലാം നിന്നു, പൾസും നിന്നു. ഇവരെ കൈകോർത്ത് പ്രാർത്ഥിച്ച് പറഞ്ഞു, ഓപ്പറേഷൻ സൈൻ ചെയ്ത് കൊടുത്തു, ഓപ്പറേഷൻ ചെയ്യാന്. അവർ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് എന്നെ ICUവിൽ കിടത്തി. ICUവിൽ ലെഫ്റ്റും റൈറ്റും ബോഡി പോയിക്കൊണ്ടിരിക്കുക. ഇവരുടെ ചിന്ത എന്ന് വെച്ചാൽ നാളെ ഇയാൾ മരിക്കും, മറ്റന്നാൾ മരിക്കും. പക്ഷേ അന്നേരം അനേകർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ എന്നോട് ബൈബിൾ കോളേജിൽ പഠിച്ച ബ്രിൻസൺ പറഞ്ഞ ഒരു കൂട്ടുകാരൻ ഫോട്ടോ എടുത്ത് വാട്സാപ്പിലിട്ടു. അത് മുഖാന്തരം അനേകർ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ജീവനോട് ആയിരിക്കുന്നത്. അങ്ങനെ അവിടുന്ന് പിന്നെ ഈ ജെയിംസ് ഞങ്ങളെ കൈവിട്ടു. ഇതൊരു ഫാമിലി വിഷയമാക്കിയിട്ട് അവിടുന്ന് പറഞ്ഞു വിട്ടു. പിന്നെ ഞങ്ങൾ ഡോക്ടർ എബി മാത്യുവിൻ്റെ ഇന്ത്യ മിഷനിൽ ചേർന്നു. ഡോക്ടർ എബി മാത്യു ഞങ്ങളെ തിരഞ്ഞെടുത്ത് മോത്തിഹാരിൻ എന്ന പ്രദേശത്തിൽ അവർക്ക് ആ സമയത്ത് ചിൽഡ്രൻസ് ഹോം ഉണ്ട്, 50 പിള്ളേരുണ്ട്. അവിടെ ബൈബിൾ കോളേജ് പ്രവർത്തനമുണ്ട്, അവിടെ ആരാധനയൊക്കെ നടക്കുന്നുണ്ട്. ഈ 50 പിള്ളേരെ പഠിപ്പിക്കാൻ എന്നെ പ്രിൻസിപ്പളായി തിരഞ്ഞെടുത്ത്. ഞാൻ പറയട്ടെ, ഞാൻ നാട്ടിലായിരുന്നു, എൻ്റെ മക്കളെ പോലും ABCD പഠിപ്പിച്ചില്ല. പക്ഷെ ദൈവത്തിൻ്റെ ഓരോ പദ്ധതി നമ്മളെ ഓരോ കാര്യത്തിന്
ശീലിപ്പിക്കാനുള്ള ഒരു രീതി ദൈവത്തിൻ്റെ. അവിടെ ഞങ്ങളെ ഏറ്റെടുത്തു. ഞാനും ഭാര്യ അവിടെ രാവിലെ 8 തൊട്ട് 1 മണി വരെ സ്കൂൾ നോക്കിയിട്ട് പെട്ടെന്ന് ഊണും കഴിച്ചിട്ട് ഗ്രാമങ്ങളിൽ പോയി, ചുറ്റാടുള്ള ഗ്രാമത്തിൽ പോയി ഫിലിം കാണിക്കായിരുന്നു ഹീ വിൽ കം അഗെയിൻ. പിന്നെ VBS നടത്തി പലയിടത്തും പല ഗ്രാമത്തിൽ ഹോം ചർച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ആയിരുന്നപ്പം ഞങ്ങള് പിന്നെ ഈ ഇന്ത്യ മിഷൻ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി സുപ്പോൾ എന്ന് പറഞ്ഞ പ്രദേശത്ത്. ഈ സുപ്പോളിന് പോകുമ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങളുടെ അവിടെ ദേവദാസന്മാരെ നിർത്താത്ത സ്ഥലമാണ്. ഞങ്ങളുടെ ഒരേ ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞാൽ സുവിശേഷം എത്താത്ത സ്ഥലത്ത് പോയി സുവിശേഷം അറിയിക്കണം. ഞങ്ങളെ സ്വതന്ത്രമായിട്ട് സുവിശേഷം അറിയിക്കണം. ഇവിടെ മോത്തിയാരൻ ബൈബിൾ കോളേജിലെ സ്റ്റുഡൻസും ദേവദാസന്മാരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ട് കുറച്ച് ഫ്രീ ആയിട്ട് ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ തീരുമാനിച്ച് പ്രാർത്ഥിച്ച് അങ്ങോട്ട് പോയി. ഞങ്ങൾ അവിടെ പോയപ്പം പലയിടത്തും ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഒരിടത്തും ഹോം ചർച്ച് തുടങ്ങാനൊത്തില്ല. പല ട്യൂഷൻ സെന്റർ തുടങ്ങി. പക്ഷേ ട്യൂഷൻ സെന്റർ തുടങ്ങി. പക്ഷെ അവിടെ തൊട്ട് സുവിശേഷ വിരോധികൾ പല പ്രാവശ്യം ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നു, ഞങ്ങളെ അടിക്കാൻ വന്നു. ഒരു പ്രാവശ്യം സോണൽ പാസ്റ്ററും പിന്നെ ഒരു ഗസ്റ്റ് പാസ്റ്ററും ഞങ്ങളെല്ലാം ചേർന്ന് ഒരു ഗ്രാമത്തിൽ പോയി ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. അവിടെ നിന്നപ്പോൾ കുറച്ച് നേരം കൊണ്ട് ഗ്രാമത്തിലെ ആൾക്കാർ മുളക്കമ്പും ഒക്കെ എടുത്തുകൊണ്ട് ഓടി വന്നു. പക്ഷെ ഞങ്ങൾ വണ്ടിയിൽ വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഒരു പ്രാവശ്യം ഓട്ടത്തടഞ്ഞു. അങ്ങനെ പല പ്രാവശ്യം അടി രക്ഷപ്പെട്ടു. പക്ഷേ 2021 നവംബർ മാസം ഇവരുടെ ദശാര ദിവാളി ചട്ട് പൂജ കാരണം ഞങ്ങൾ വീട്ടിൽ തന്നെയായിരുന്നു. ആ സമയത്ത് നമുക്ക് ഗ്രാമത്തിലൊന്നും പോകാനൊക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സുശേഷന്റെ നമുക്കറിയാലോ, ഒരു മാസം നമ്മൾ പുറത്തിറങ്ങാതെ ഇരുന്നാൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ സുശേഷം അറിയിക്കാതെ എത്ര നിരങ്ങുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നിരങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് തീർന്ന ഉടനെ പിറ്റേ ദിവസം ഞങ്ങള് നെക്സ്റ്റ് ഡേ തന്നെ സുശേഷം അറിയിക്കാൻ ഞങ്ങൾ തയ്യാറായി അങ്ങോട്ട് ഇറങ്ങി പ്രാർത്ഥിച്ച്. അന്നേരം വൈഫ് കഥ പൂട്ടി കയറിയിരുന്ന ഈ റിക്ഷയില. അന്നേരം അതിലൊരു വ്യക്തി ഇരിപ്പുണ്ടായതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ഗ്രാമത്തിൽ പോകാനൊത്തില്ല. അന്നേരം ഞാൻ വൈഫിനോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാം. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാമായിരുന്നു, ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ, കുറച്ച് വലിയ വൈഫ് പറഞ്ഞു വേണ്ട, നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകാം. റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. അതിൽ എക്സ്പ്രസ് ട്രെയിൻ ഒന്നും വരത്തില്ല. ഒരു മെയിൽ ട്രെയിന് ഉച്ചയ്ക്ക് 12 മണിക്കോ 2 മണിക്കോ ഇവിടുന്ന് സർസാവ് എന്ന് പറഞ്ഞ പ്രദേശത്തിൽ വരെ പോകും. അല്ലാതെ ഗുഡ്സ് ട്രെയിനേ ഉള്ളൂ. പിന്നെ ഈ റെയിൽവേ ഇതിൻ്റെ ഹൈവർ ഉണ്ടല്ലോ, മിഡിൽ ഈസ്റ്റ്, അതില് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് പോകും. സ്കൂളും ഒക്കെ ഉണ്ടായതുകൊണ്ട് ബിസിനസ് സെന്ററൊക്കെ ഉണ്ടായതുകൊണ്ട് ആൾക്കാർ പോയും വരെ ചെയ്യും. ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കുറച്ച് പേരെ ഉണ്ടായിരുന്നു. ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് പേര് അവിടെ സുശേഷം അറിയിച്ചു. അവർക്ക് ട്രാക്ട് ന്യൂ ടെസ്റ്റ്മെന്റ് ഒക്കെ കൊടുത്തു. അന്നേരം പിന്നെയും ഞാൻ വൈഫിനെ പറഞ്ഞ് നമുക്ക് തിരിച്ചു പോവാം. അന്നേരം വൈഫ് പറഞ്ഞു വേണ്ട, നമുക്ക് ഫ്ലൈ ഓവറിൽ കയറിയിട്ട് അവിടെയും നമുക്ക് ട്രാക്റ്റൊക്കെ കൊടുത്തിട്ട് പോവാം. അന്നേരം ഞങ്ങൾ അവൾ പറഞ്ഞ പ്രകാരം ഞങ്ങൾ കയറിയപ്പോൾ 3ാമത്തെ വ്യക്തി ഞങ്ങളെ പിടിച്ചു. ഞങ്ങളെ 2 പേരെ പിടിച്ചു. പിന്നെ ബൈബിളൊക്കെ പുള്ളിയുടെ കൈവശത്തിലാക്കി. ഈ വൈഫിന്റെ ബാഗും ആടെ കൈവശത്തിലാക്കി. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും മൊബൈൽ ഫോണുണ്ട്. എൻ്റെ മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചിരിക്കുന്നത്. ഇവിടെ ഫോൺ എൻ്റെ പോകില്ല. ഇവിടെ പറഞ്ഞ് പെട്ടെന്ന് തരാൻ പറഞ്ഞു. അവൾക്ക് ഞാൻ കൊടുത്തു. പെട്ടെന്ന് ഞങ്ങളുടെ സോണൽ പാസ്റ്ററെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ പിടിക്കും. പുള്ളി പറഞ്ഞ് ഓടി രക്ഷപ്പെടാൻ. ഞങ്ങളെങ്ങനെ ഓടി രക്ഷപ്പെടുന്നത്? അങ്ങനെ ഇയാൾ പിടിച്ച് ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷന് ചെറിയ ഷെഡുണ്ട്. അതിൻ്റെ അറ്റാച്ച് ബാത്റൂമുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും ഞങ്ങളെ ഇരുത്തിയിട്ട് ആൾ വിളിക്കാൻ തുടങ്ങി. ആടെ കൂട്ടുകാരനെയൊക്കെ വിളിക്കാൻ തുടങ്ങി.
പെട്ടെന്ന് വാ, പെട്ടെന്ന് ജൽദി ആവും, ജൽദി ആവും, സീഡിക്ക് നീച്ച് സ്റ്റെപ്പിന്റെ താഴെ എന്ന് പറഞ്ഞ്. അന്നേരം ഒരു വണ്ടി നിറയെ ആൾക്കാർ വന്നു. ആൾക്കാർ വരുന്നവരെല്ലാം എന്നെ ഇടിക്കുക, മുഖത്തും ചെള്ളയിലും തലയിലും എവിടൊക്കെ കിട്ടുന്നു. എൻ്റെ മൂക്കിനും വായിനെല്ലാം ചോര. ഞാൻ അന്നേരക്കറിയാം, ഞാൻ പാവം, ഞങ്ങൾ പാവങ്ങളെ, ഞങ്ങൾ പൊക്കിയോളാം, ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കത്തില്ല, ഞങ്ങൾക്ക് അടുത്ത ട്രെയിനിൽ ഞങ്ങൾ പൊക്കിയാ, ഇവർക്ക് ഒരു ഇര കിട്ടിയ ഇവരെങ്ങനെ ഞങ്ങളെ വിടുന്നത്. കുറേ നേരം ചെയ്ത് കഴിഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞു, ഞങ്ങളുടെ വണ്ടി വന്നിരിക്കുക, നിങ്ങളുടെ വീട്ടിലാക്കാം. നമുക്ക് രക്ഷപ്പെടാൻ വഴിയില്ലല്ലോ, ഞങ്ങൾ അവരുടെ വണ്ടിയിലിരുന്നു. അന്നേരം പറഞ്ഞ, പക്ഷേ ഇവര് ഞങ്ങൾ 45 കിലോമീറ്റർ ദൂരെ തട്ടിക്കൊണ്ടുപോകായിരുന്നു. തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഇവർ പറയുന്നത്, ഈ വണ്ടിയിൽ നിങ്ങൾ തള്ളിയിടും. അന്നേരം പുറകെ വണ്ടി വന്ന് നിങ്ങളെ ഇടിക്കും. അന്നേരം ഞങ്ങൾ പറയും, നിങ്ങൾക്ക് ആക്സിഡന്റ് ആയിട്ട് മരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ കോശി നദി കണ്ടില്ലെങ്കിൽ കോശി നദിയിൽ തള്ളിയിടും. കോശി നദി തള്ളിയിടുമ്പോൾ ഞങ്ങൾ പറയും, നിങ്ങൾ മുങ്ങി മരിച്ചു. അങ്ങനെ വരുത്തും. നിങ്ങൾക്ക് എന്തോ ആണെങ്കിലും രക്ഷയില്ല. രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ 5 ലക്ഷം തരണം. അന്നേരം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ 5 ലക്ഷം അല്ല, 5 പൈസ ഇല്ല. ഇവരെങ്ങനെ വിശ്വസിക്കുന്നത്? ഇവർ ബാഗ് തപ്പിപ്പോ ഇവർക്ക് ATM കാർഡ് ലഭിച്ചു. കോശി നദി എന്നാണോ കർത്താവദാസൻ പറഞ്ഞത്? കോശി നദി എന്ന് പറഞ്ഞു. കോശി നദി. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, അതിന്റെ പേര് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതേ. നദിയുടെ പേര് കോശി നദി തന്നെയാണ്. ഓക്കെ ഫാസ്റ്റ്. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. പിന്നെ ആള് ബാഗ് തപ്പിപ്പം ബാഗിന്റെ അകത്ത് ATM കാർഡ് ലഭിച്ചു. ATM കാർഡ് ലഭിച്ചപ്പം പറഞ്ഞു, ഞങ്ങളുടെ ATM കാർഡിന്റെ നമ്പർ ചോദിച്ചു. ഞങ്ങൾ കൊടുത്തു. പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് നമ്പർ കൊടുത്തു. പിന്നെ ഇവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ 45 കിലോമീറ്റർ ദൂരെ നിങ്ങളെ 2 പേര് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരെ ഏൽപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്തം തീരും. ഇപ്പോഴും നിങ്ങൾക്ക് അവസരമുണ്ട്, നിങ്ങൾ പൈസ തന്ന് രക്ഷപ്പെടാൻ. ഞങ്ങൾ പറഞ്ഞു, വേണ്ട, ഞങ്ങളെ വെറുതെ വിട്ടേക്കാൻ പറഞ്ഞു. അവര് പറഞ്ഞ തന്നെ 45 കിലോമീറ്റർ ദൂരെ ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ 2 ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. വണ്ടിയെ ഇറക്കിയ ഉടനെ തന്നെ ഇയാൾ എന്ത് ചെയ്തു, കൈയുടെ മുട്ടും എൻ്റെ പുറത്ത് ഒരു ഇടിച്ചു. പറഞ്ഞ്, നീ ഇനി തൊട്ട് സുശേഷത്തിന് പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുത്തി പറഞ്ഞു, നിങ്ങളെ ചായ കുടിക്കാൻ പറഞ്ഞു. പിന്നെ ഈ വണ്ടി പോകുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തായിരുന്ന അവർ പറയുന്നുണ്ട്, ഈ മഹിളയുടെ കഴുത്ത് കണ്ടിച്ചാലേ ഞങ്ങൾക്ക് ഉറക്കം വരത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ചായ ആ കടക്കാരനോട് പറഞ്ഞു, ഒരു കത്തിയെടുത്ത് തരാൻ പറഞ്ഞു. കത്തിയെടുത്ത് അവിടെ കഴുത്ത് കണ്ടിക്കാൻ ഞാനോർത്ത് ശരിക്കും കഴുത്ത് കണ്ടിക്കും. ഞാൻ കരയാൻ തുടങ്ങി. അന്നേരം ഇതിൽ ഒരാൾ മാത്രം മനസാക്ഷിയുള്ളവനായിരുന്നു. അവൻ പറഞ്ഞു, ഒന്നും ചെയ്യത്തില്ല. വൈഫ് എങ്ങനെയാലും ധൈര്യത്തിൽ ഇരുന്നു. പിന്നെ ഇവർ കത്തി തിരിച്ചങ്ങ് വെച്ചു. പിന്നെ ഇവരുടെ ദൈവത്തെ പറഞ്ഞു, ഗംഗാ നദിയുടെ വെള്ളം കുടിപ്പിച്ച് നിങ്ങളെ ഹിന്ദു ആക്കാന്ന് പറഞ്ഞു. അന്നേരം ഇവള് പറഞ്ഞു, ദൈവ ആത്മാവ എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഇങ്ങനൊന്നും ഹിന്ദു ആകത്തില്ല എന്ന് പറഞ്ഞു. അയാൾക്കത് സൂചിച്ചില്ല. അയാൾ അവളെ തൊഴിച്ചതാ. പക്ഷെ കസേര കൊണ്ടുകൊണ്ട് അവൾ വീണില്ല. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു, ഈ വണ്ടിയിലിരുന്നപ്പം പിന്നെ ഹിന്ദു ദൈവത്തിനെ കുറിച്ച് അതാണ് പറയാൻ പറഞ്ഞു. അവൾ പറയാത്തോണ്ട് ഇവിടെ കൊങ്ങയ്ക്ക് മുറുകെ പിടിച്ചു. ഇവക്ക് ശ്വാസം പോലും കിട്ടാനൊക്കാത്ത രീതിയിലായിപ്പോയി. ഇവിടെ ഉറക്കെ അമ്മറി പറഞ്ഞു, എന്നെ രക്ഷിക്കുകയെന്ന് പറഞ്ഞു. അന്നേരം ഫ്രണ്ടിലിരുന്ന ആൾക്കാർ പറഞ്ഞു, ഇവിടെ വെറുതെ വിട്, ഇത് മഹിളയാ, വല്ല പ്രശ്നമായെങ്കിൽ നമുക്ക് പ്രശ്നമായി തീരുന്നു. അന്നേരം അവർ വിട്ടു. പിന്നെ 2 പേര് ചെന്ന് ബാങ്കിൽ ചെന്ന് ATM കാർഡ് ചെക്ക് ചെയ്തു. അവർ നോക്കിയപ്പോൾ 500-ന്റെ താഴെയുള്ളൂ. പിന്നെ ഈ വണ്ടി ഓടിച്ച് ഇവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയില്ല. പിന്നെ ഈ വണ്ടി ഓടിച്ച് ഞങ്ങളെ ഇപ്പോൾ റൈറ്റ് സൈഡിലായിരുന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വണ്ടി നിർത്തി. അവിടെ കുറെ ആൾക്കാർ മുളക്കമ്പ്, ഇഷ്ടിയ, ഹോക്കി സ്റ്റിക്ക് കൊണ്ട് ഞങ്ങളെ കാത്തിരിക്കുന്നു. കുറേ സ്ത്രീകളും കാത്തിരിക്കുന്നു.
സ്ത്രീകളുടെ പറഞ്ഞ് പെട്ടാൻ പോയി പശുമൂത്രം കൊണ്ടുവരെ ഇവരെ പശുമൂത്രം കുടിപ്പിച്ച് ഹിന്ദുവാക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു ഈ സ്ത്രീകൾ വരണ്ടേ, സ്ത്രീകൾ വന്നില്ല. പിന്നെ ഇവരെന്താ ചെയ്തു, അവിടെ ഒരു ചെറിയ പെട്ടിക്കട ഞങ്ങൾ അകത്തിരിക്കാൻ പറഞ്ഞു. അകത്തിരുന്നിട്ട് ഒരു പീക്കിരി ചെറുക്കൻ ഞങ്ങൾ അടിക്കാൻ തുടങ്ങിയപ്പോൾ വൈഫിനെയും അടിക്കാം. വൈഫിനോട് ചോദിച്ചു, ഈ ആൾ നിന്റെ ആരാ എന്ന് പറഞ്ഞ ഭർത്താവ് ആണെങ്കിൽ നിന്റെ തല സിന്ദൂറില്ലാത്ത എന്താ, പൊട്ടില്ലാത്ത എന്താ, വളയില്ലാത്ത എന്താ, ഇതൊക്കെ ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. പിന്നെ ഇതൊന്നും ഇല്ലാത്ത ഇവർ ഒത്തിരി അവാദവും ആവാസമൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പരിഹസിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്നെ അടിക്കാൻ തുടങ്ങി. അന്നേരം ഞാൻ ഇംഗ്ലീഷിൽ സോറി എന്ന് പറഞ്ഞു. അന്നേരം അവൻ പറഞ്ഞു, എടാ നിന്നോടല്ലേ പറയുന്നത് സോറി പറയല്ലേ, ഇംഗ്ലീഷ് വാക്ക് സോറി പറയല്ലേ. പക്ഷെ എൻ്റെ വായിൽ ഇങ്ങനെ സോറിയെ വരുന്നത് റിപ്പീറ്റഡ് ആയി. അങ്ങനെ രാവിലെ പിടിച്ച് ഇപ്പം വൈകിട്ട് 5:30-6 മണിയായി. അപ്പോഴത്തെ പിന്നെ ഇവർ ഞങ്ങളെ പറഞ്ഞു ഈ കടയുടെ പുറത്ത് വരാൻ പറഞ്ഞു. പുറത്ത് വരുന്നിട്ട് ഇവർ ഞങ്ങളുടെ പുറകെ നിൽക്കൊണ്ട് ഹോക്കി സ്റ്റിക്കും ഇഷ്ടിയും മുളക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഏറ്റുപറയുന്നില്ലെങ്കിൽ അടിയാണ്. എനിക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നീളമുണ്ട്, വണ്ണമുണ്ട്. പക്ഷേ എൻ്റെ ഈ നീളം വണ്ണ പ്രകാരം എനിക്ക് ആരോഗ്യമില്ല. എന്നെ ആരെങ്കിലും തള്ളിയിട്ടാൽ ഞാൻ വീഴുന്ന പ്രകൃതിയാണ്. അതുകൊണ്ട് അടി കൊണ്ട് ഒരു പരിവായി ഇനി പിടിച്ചു നിൽക്കാൻ ഒക്കുന്നില്ല. അത് പറയേണ്ടി വന്നു. ഇവർ പറയിപ്പിക്കുന്നത് എന്തുവാ, ഞങ്ങൾ കേരളത്തിൽ വന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് 10,000 രൂപ 10,000 rupees കൊടുത്ത് മതം മാറ്റുമായിരുന്നു. ഇത് പറഞ്ഞ് ഇത് വൈറലായി, മീഡിയ വന്ന് വൈറലായി. പോലീസുകാർ വന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണ്. പക്ഷെ ദൈവം ഇടപെട്ടുകൊണ്ട് ഞങ്ങൾ അറസ്റ്റായില്ല. പക്ഷെ ഇത് വൈറലായിട്ട് പല ദേവദാസന്മാരെ ഡൽഹിയിൽ ആനിയ ശ്യാമേൽ പാസ്റ്ററും പിന്നെ പല പാസ്റ്റർമാരെന്നോട് ചോദിക്കും, നിങ്ങൾ സുബോധത്തോടാന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇന്ത്യ മിഷനും കൈവിട്ടപ്പോൾ ഞങ്ങൾ പിന്നെ നാട്ടിൽ വന്നു ട്രീറ്റ്മെൻറ്റ് എൻ്റെ തിരുമ്മിപ്പിക്കാനും അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലവ് ആർമി ക്രൂസൈഡ് ട്രിവാൻഡ്രത്തിൽ പർസുക്കൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇവിടെ തന്നെ നാട്ടിൽ തന്നെ നിൽക്കാൻ ശ്രമിച്ചു. പക്ഷെ വഴിയൊന്നും തുറന്നു കിട്ടിയില്ല. ഞങ്ങൾക്ക് വീടും കൂടെ ഇല്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ ഈ ലവ് ആർമി ക്രൂസൈഡ് 2 മണിക്കൂർ പ്രാർത്ഥന. ചില 8 തൊട്ട് 10 ആണെങ്കിൽ അടുത്ത ആളുടെ 10 തൊട്ട് 12. അങ്ങനെ പ്രാർത്ഥിച്ചു. ആദ്യ കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് കോഴിക്കോട് നിന്നും പൊന്നാനിയിൽ നിന്നും പിന്നെ വയനാട് നിന്നും പിന്നെ പന്തളത്തിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് എല്ലാ ആൾക്കാർ ഒത്തിരി ചെല്ലുന്നുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ. പ്രേറ്റമുണ്ട്. ഇപ്പം അങ്ങനെ പഴയ പോലെ ആൾക്കാർ പോകാനില്ല. അന്നേരം UP നിന്ന് കുറച്ച് പേര് വന്നു. അതിൽ ഒരു സജീവൻ ഞങ്ങൾ ഊണ് കഴിക്കുന്ന സമയത്ത് സജീവൻ പറഞ്ഞ ദേവദാസൻ്റെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോൾ ദേവദാസൻ പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നാൽ നിങ്ങൾക്കും നല്ല ഞങ്ങൾക്കും നല്ലതെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി ഞങ്ങളുടെ റൂമിൽ വന്ന് കൈകൂപ്പി പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ വരാം. പിന്നെ അവിടുത്തെ ഗ്രാമവാസികളോട് വീഡിയോ കോൾ സംസാരിച്ചു. പറഞ്ഞു, നിങ്ങൾക്ക് താമസിക്കാൻ എല്ലാ സൗകര്യങ്ങളുണ്ട്, ബാത്റൂമുണ്ട്. നിങ്ങളെ ഒരു മൈക്കലാൽ, പുള്ളിയുടെ ഭാഷയിലെ ഒരു മൈക്കലാലും നിങ്ങളെ തൊടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവസാനം പിന്നെ ഞങ്ങൾ സജു ചാത്തന്നൂർ, ബിജു ഫ്രാൻസിസ് പാസ്റ്റർ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് പിന്നെ UP പുറപ്പെട്ടു. അന്നേരം UP പുറപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് ആരും പരിചയമില്ല. പക്ഷേ ഗ്ലോബൽ പ്രയർ ഗ്രൂപ്പ്, നാഷണൽ പ്രയർ ഗ്രൂപ്പിൻ്റെ ഡയറക്ടറായ ഷാജി കുര്യൻ പാസ്റ്റർ ഞങ്ങൾക്ക് പരിചയമുണ്ട്. ആ ഷാജി കുര്യൻ പാസ്റ്ററിൻ്റെ പ്രയർ ഗ്രൂപ്പിൽ നിന്ന് KT ജോസ് പാസ്റ്റർ മുഖാന്തരം ഞങ്ങൾക്ക് സാബു തോമസ് പാസ്റ്റർ ഈ ലക്നൌവിലെ ചർച്ചകളുടെ പാസ്റ്റർ വക്കീലിൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം താമസിച്ചു. അന്നേരം ദേവദാസൻ ഞങ്ങളെ ഇങ്ങനെ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. പുള്ളിക്ക് മനസ്സിലായി ഞങ്ങൾക്ക് യഥാർത്ഥ സമർപ്പണം ഗ്രാമത്തിൽ പോയി പ്രവർത്തിക്കാനാണ്. അന്നേരം പുള്ളി പറഞ്ഞു ഗ്രാമത്തിൽ പോകാൻ പറഞ്ഞു. മൊത്തം സാധനം കൊണ്ടുപോണ്ട, ആദ്യം കുറച്ച് സാധനം. ഞങ്ങൾ ഒരു ദിവസം ഗ്രാമത്തിൽ പോയി താമസിച്ചു. അന്നേരം മനസ്സിലായി ഗ്രാമത്തിൽ നിൽക്കാൻ കൊള്ളത്തില്ല. ഗ്രാമത്തിൽ നിന്നായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് കൊല്ലപ്പെട്ടായിരുന്നു. പിന്നെ ഇവിടെ പറഞ്ഞു, ഞങ്ങൾക്കൊരു വീടെടുത്ത് തരാൻ പറഞ്ഞു. വീടെടുത്ത് തന്നെ ഞങ്ങളെ പിന്നെ ഈ വീട്ടിൽ നിന്ന് ഈ ഗ്രാമം എന്ന് പറഞ്ഞാൽ
3 to 5 കിലോമീറ്റേഴ്സ് ദൂരെയുള്ളൂ. ഒരു ഓട്ടോറിക്ഷയെ വിളിച്ചാൽ 500 രൂപയ്ക്ക് നമ്മൾ റിസർച്ച് ചെയ്താലും ഒരു ഓട്ടോറിക്ഷക്കാരും വരത്തില്ല. ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾ ഇവിടെ UP ചെന്നപ്പോൾ ഞങ്ങൾ ഒരു ഓർഗനൈസേഷൻ്റെ കീഴേ അല്ല. ഞങ്ങളെ പാസ്റ്റർ PS ഫിലിപ്പിന്റെ ഏരിയയിലെ പാസ്റ്റർ PS ഫിലിപ്പിന്റെ അല്ലെങ്കിൽ PS ജോർജ് പാസ്റ്ററും ആ ദേവദാസിന്റെ കുറച്ച് വിശ്വാസികളും, പിന്നെ കാൺപൂരിലെ ഒരു അടൂരിലെ ഒരു ദേവദാസൻ, കാൺപൂരിലല്ല അടൂരിലെ ഒരു ദേവദാസൻ റോണി അബ്രഹാം, ആ ദേവദാസനും ദേവദാസന്റെ വിശ്വാസികളെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടായതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുമായിരുന്നു. AGയുടെ ചേരാനുള്ള സംസാരം മാത്രം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു ദിവസം ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു വെള്ളിയാഴ്ച ഞായറാഴ്ച ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവര് തെക്കും വടക്കും ഓടുന്നു. അന്നേരം ഞങ്ങൾക്ക് മനസ്സിലായേ ഇവര് ഞങ്ങൾ പറഞ്ഞ് യാചിച്ച് കഴിക്കുന്നവരാ, മാങ്ക ജാതിയ. പക്ഷെ ഞങ്ങൾക്ക് അന്നേരം മനസ്സിലായി ഇവര് അതൊന്നും അല്ല. ലോണവാല എന്ന് പറഞ്ഞ ജാതിയുണ്ട്. ഇവര് കള്ളന്മാരാ. എന്നുവെച്ചാൽ ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഏത് മൊബൈലും നിങ്ങൾക്ക് ഏത് കമ്പനിയിലാണെങ്കിലും 5000 രൂപയ്ക്ക് പുതിയ മൊബൈൽ 5000 രൂപയ്ക്ക് കിട്ടും. സെക്കൻഡ് ഹാൻഡ് മൊബൈൽ 2000, 2500. സ്ത്രീകൾ ഹാൻഡ് ബാഗ് ഒക്കെ തൂക്കി ആ പ്രദേശത്ത് പകൽ പോയാൽ അവരുടെ ഹാൻഡ് ബാഗ് വള ഒന്നും കിട്ടത്തില്ല. അങ്ങനത്തെ ആണുങ്ങളുടെ പേഴ്സ്, ATM, ബൈക്ക് മോഷണം, പിന്നെ മദ്യം, വ്യഭിചാരം എല്ലാം ഉണ്ട്. ഇവർ സ്ത്രീകളെ തൊഴിക്കുന്ന കണ്ടാൽ നമ്മൾക്ക് സ്ത്രീയാണോ ഭാര്യയാണോ ഫുട്ബോളാണോ അങ്ങനത്തെ. പിന്നെ ഇവർ കല്യാണം കഴിക്കത്തില്ല. ചുമ്മാ ചെറുക്കനെ പെണ്ണ് കുറച്ച് നാൾ താമസിക്കും. പിന്നെ ചെറുക്കൻ പെണ്ണിനെ വിടും, പെണ്ണ് ചെറുക്കനെ വിടും, വേറെ ആളെ പിടിക്കും. അങ്ങനത്തെ രീതി. ഈ സജീവൻ പറഞ്ഞ ദേവദാസൻ കുറച്ചു പേരെ ഈ ഗ്രാമത്തിൽ നിന്ന് കുറച്ചു പേരെ വിശ്വാസത്തിൽ കൊണ്ടുവന്നു. വെച്ചാൽ അവൻ്റെ ഭാര്യയുടെ ഗ്രാമമാണ്, ഭാര്യ ഈ ഗ്രാമത്തിൽ നിന്നാണ് കെട്ടിയേക്കുന്നത്. അങ്ങനെ അന്ന് കുറച്ചു പേരെ വിശ്വാസത്തിൽ കൊണ്ടുവന്നു. പക്ഷെ ഇവരുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വന്നിട്ടില്ല. ഇവരെ കയ്യിലെ കെട്ടും അവർ ഇതെല്ലാം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അന്നേരം ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇവരുടെ തന്നെ സ്വോത്രാഴ്ച കിട്ടുന്ന 100 രൂപ താഴെ. ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സ്വോത്രാഴ്ചയും വേണ്ട, പിന്നെ ഇവര് ദശാംശമായിട്ട് അരിയും അതൊക്കെ ഞങ്ങൾക്ക് തരുമായിരുന്നു. അരിയും ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ എങ്ങനെയും കഴിഞ്ഞോളാം. പക്ഷേ നിങ്ങളുടെ മധ്യത്തിൽ ഈ കാലഘട്ടത്തിൽ ഒരു മലയാളി വരത്തില്ല. ഞങ്ങൾ വന്ന് പെട്ടുപോയി. നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കണമെങ്കിൽ ഞങ്ങൾ പോവുക, ഞങ്ങൾക്കും മതിയായി, ഞങ്ങളും പോവുക. അല്ലെങ്കിൽ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾ അനുസരിക്കുവാണെങ്കിൽ ഞങ്ങൾ മാത്രം നിൽക്കാം. അവർ പറയുന്നതൊക്കെ അനുസരിക്കാൻ പറഞ്ഞു. നിങ്ങൾ പറയുന്ന എല്ലാം ഞങ്ങളുടെ കിടക്കാൻ പറഞ്ഞു. ഞാൻ അവരെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സന്ദർഭത്തിൽ മക്കളൊക്കെ എവിടെ കൂടെ ഉണ്ടോ? ഇല്ല, മക്കൾ നാട്ടില. അച്ഛാ, കുഞ്ഞുങ്ങളെ നാട്ടിലാക്കിയേക്കുക. മക്കൾ നാട്ടിൽ വന്നു. അവര് ബീഹാറിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. ഓക്കെ. നിങ്ങൾ രണ്ടും തനിയേ ഉള്ളു ഈ സമയത്ത്? ഓക്കെ, കണ്ടിന്യൂ ചെയ്തോ പാസ്റ്റർ. അന്നേരം ഞങ്ങളെ അവരോട് പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ ഇവരെ ഗുണദോഷിച്ച് ഇവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഞങ്ങൾ പറഞ്ഞു, ഞാൻ ഇതും പറയാൻ പറഞ്ഞു നാളെ ഒരു പ്രതിസന്നിധി വന്നാൽ നിങ്ങൾ ആരും നിൽക്കത്തില്ലെന്നറിയാം. അല്ല ഞങ്ങൾ നിൽക്കും, നിങ്ങൾക്ക് ജീവനൊക്കെ തരുമെന്നായിരുന്നു. പക്ഷെ ആരും നിന്നില്ല. പക്ഷെ ഇവരെ ഈ ഇവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ദൈവം ആരാ, ദൈവത്തെ വിളിക്കണമെങ്കിൽ എന്തൊക്കെ ഗുണം കാണണം. യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ രക്ഷ. പിന്നെ പിന്നെ ഇവരെ സാക്ഷി, ഇത് വലിയ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലായിരുന്നു. വലിയ കഠിനമായിട്ടൊന്നും അല്ല. വലിയ 1 മണിക്കൂർ അവർക്ക് അത്ര നേരെ ഇരിക്കാനുള്ള അങ്ങനെ ഒരു കപ്പാസിറ്റീവ് ഇല്ലായിരുന്നു. എന്നുവെച്ചാൽ അവർക്ക് അതിൻ്റെ ദൈവത്തോട് അങ്ങനെ നടപ്പില്ലല്ലോ. അങ്ങനത്തെ അതുകൊണ്ട് ഒരു നിസ്സാരം 15-20 മിനിറ്റ് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. പിന്നെ അവരോട് സാക്ഷി പറയാനോ പ്രാർത്ഥന വിഷയം പറഞ്ഞിട്ട് കല്യാണം എന്തോരം കഴിക്കണം, കുടുംബജീവിതം എങ്ങനെ നയിക്കണം, മക്കളെ എങ്ങനെ വളർത്തണേ,
അവരുടെ ഞങ്ങളുടെ ഗുണദോഷം പ്രാർത്ഥന മുഖാന്തരം കുറച്ചു പേരുടെ ജീവിതത്തിൽ ചെറിയ വ്യത്യാസം തുടങ്ങി. അപ്പോഴത്തേക്ക് ജാനുവരി 2023 ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വന്ന് പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി. എന്നുവെച്ചാൽ വീട്ടില് തുണി അലക്കി ഇവക്ക് വൈഫിന് തുണി അലക്കി ടെറസിൽ കൊണ്ടുപോയി ഇരിക്കാൻ തന്നെ പോകാൻ പേടിയാണ്ട് എന്നെയും പിടിച്ചു. ഞാനും അങ്ങോട്ട് പോയി ടെറസിൽ നിന്ന് പിടിച്ചു. പിന്നെ ഞങ്ങളെ തയ്യാറാക്കി പിന്നെ ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ഒത്തിരി ചോദ്യം ചെയ്തിട്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടു. 2 പോലീസുകാരെ കൊണ്ടാണ് പറഞ്ഞു വിട്ടത്. ഞങ്ങൾക്ക് ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഓൾറെഡി അറസ്റ്റഡ്, ഹൗസ് അറസ്റ്റ് ആണ്. ഞങ്ങൾ അവരോട് പറയാൻ തോന്നി, ഈ തണുപ്പ് നല്ല തണുപ്പാ, കിടക്കിടാ തണുപ്പാ. അന്നേരം ബോംബെയിലെ തണുപ്പ് ഇട്ടൊന്നും അല്ല അവിടെ UP-യിലും ബീഹാറിലും. അതുകൊണ്ട് സഹിക്കാൻ ഒക്കാത്ത തണുപ്പാണ്, നമ്മുടെ ഇരട്ടി വണ്ണാക്ക് ആവും. അന്നേരം ഞാൻ അവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ചായ വേണോ, കാപ്പി വേണോ, നിങ്ങൾക്ക് തണുപ്പിന് വല്ലം സെറ്ററോ വല്ലം വേണോ, കഴിക്കാൻ വല്ലം വേണം? ഇവരറിഞ്ഞ ഒന്നും വേണ്ട. ഇവർ ഇടയ്ക്കിടയ്ക്ക് വാതിൽ മുട്ടി ചോദിക്കുക, നിങ്ങൾ സുഖമാണെന്ന് സന്തോഷമായിരിക്കുന്നു. ഞാൻ ഓർത്ത് എത്ര നല്ല ആൾക്കാരാണ്, എത്ര നല്ല സ്നേഹമുള്ള വ്യക്തികളെ, മനസാക്ഷിയുള്ളവരാ, ദൈവഭയമുള്ളവരാന്ന് ചിന്തിച്ചു. പക്ഷെ എനിക്ക് പിന്നെ മനസ്സിലായി അവർക്കൊന്നുമില്ല. ഇവർ തിരക്കുന്ന എന്താന്ന് വെച്ചാൽ, നിങ്ങളെ ഇത്ര നേരം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി, ഇപ്പം ഞങ്ങൾ 2 പേരും പുറത്ത് ഇരിപ്പുണ്ട്, നിങ്ങൾ മെന്റൽ ആയോന്നാണ് ഇവർ തിരക്കുന്നത്. അത് പിന്നെ മനസ്സിലായ. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ പ്രാർത്ഥിച്ച് സൂം മീറ്റിംഗ് ചേർന്നു. പിന്നെ കുറച്ച് ദേവദാസന്മാരോട് സംസാരിച്ച് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അപ്പോഴത്തേക്ക് ഒരു വാതിൽ മുട്ടി ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. കുറേ നേരം ഇരുത്തി. അന്നേരം ഞാൻ അവരോട് ചോദിച്ചു, ഞങ്ങൾ നിങ്ങളെന്തോ എന്നെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഇവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഞങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെ പാടുണ്ടോന്ന് നോട്ട് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് ഇവർ ഞങ്ങളെ ജയിലിൽ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല ജയിലിൽ കൊണ്ടുപോകാൻ. ഞങ്ങളെ കോടതി കൊണ്ടുപോയിട്ട് അവിടെ ഫിംഗർ പ്രിൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങളെ ജയിലിട്ടപ്പം വൈകിട്ട് 7:30 കോഴിക്കൂടിൻ്റെ അകത്ത് ഇട്ടാൽ പിറ്റേ ദിവസം രാവിലെ തുറക്കത്തുള്ളൂ. അതുപോലെ എൻ്റെ ഇവിടുത്തെ സംഭവം ഞങ്ങളകത്തിട്ടു. ഞാനാണെങ്കിൽ തണുപ്പ് കാരണം ആസ്മ കാരണം എൻ്റെ പാൻറ് മൊത്തം നനഞ്ഞിരിക്കുക. പിന്നെ ആസ്മ കാരണം ദൈവദാസി അന്നേരം വേറെ ലേഡീസിന്റെ സെല്ലിൽ പോയോ? ലേഡീസ് സെല്ലില്. നിങ്ങൾ 2 പേരും 2 സ്ഥലത്താക്കി? ഒരേ ജയിലില് ഒരേ സ്ഥലത്താണ്, പക്ഷെ 2 സ്ത്രീകളുടെ ഡിപ്പാർട്ട്മെന്റ് സെല്ലില്, എന്നെ ആണുങ്ങളുടെ സെല്ലില്. അന്നേരം ഞാൻ ഈ തണുപ്പ് കാരണം പ്രോസ്റ്റേറ്റും ആസ്മ കാരണം എനിക്ക് ബുദ്ധിമുട്ടായി. ഞാൻ ശ്വാസമുട്ടുള്ള പ്രയാസമായതുകൊണ്ട് ഞാൻ പിന്നെ റിപ്പോർട്ട് ചെയ്തപ്പോൾ 2 ഡോക്ടർമാർ പോലീസുകാർ വന്ന് ഈ ജയിലിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ എന്നെ 2 ഡോക്ടർമാർ വന്നു. അവർ ചികിത്സിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അതിൽ ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊക്കെ ഇങ്ങനെ പരിപാടി ചെയ്താൽ നിങ്ങളെ ഏത് ദൈവമാണ് വിടിയിക്കുന്നത്? ഇവിടെ നോട്ടത്തിൽ മതപ്രവർത്തന ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റം. അവിടെ കൊലപാതക കേസുണ്ട്, റേപ്പ് കേസുണ്ട്, മറ്റേ കേസുകാർ, അതൊന്നും കേസല്ല. പക്ഷെ ഈ മതപ്രവർത്തന ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റം. ഈ കുറ്റവാളിക്കും ഒരു കുറ്റബോധമില്ല. ഒരു വലിയ സന്തോഷത്തോടെ സമാധാനം ചിരിച്ചും മറിച്ചാൽ കളിക്കുന്നത്. അവർ പോലീസിന്റെ തോടെ കൈ ഇട്ടും ചാടിയും മറിഞ്ഞ് നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന ആൾക്കാരാണ്. അന്നേരം പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത് എന്നെ റൂമിൽ പറഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ പിന്നെ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റായി. ഹോസ്പിറ്റലും അടിച്ചിടും. പിന്നെ രാവിലെ തുറക്കത്തുള്ളൂ. രാവിലെ തുറക്കുമ്പോൾ ഞാൻ പുറത്തിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. പുറത്തത് ദൈവം, നീ എന്തോനെ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നേ, കൊണ്ടുവന്നേ. എനിക്കാണെങ്കിൽ ഞാൻ ചെറിയ പ്രായത്തോട്ട് കഷ്ടപ്പെടും. എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ ശരിക്കും ഹിന്ദി പോലും അറിയത്തില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അന്നേരം ദൈവം എങ്ങനെ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത്. പിന്നെ
ഈ പോലീസ് സ്റ്റേഷൻ ഈ ജയിലില് ഞാൻ അങ്ങ് ഒത്തിരി ഫേമസ് ആയി. എന്ന് വെച്ചാൽ ജോസ് പാപ്പച്ചൻ പേര് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പിന്നെ ഇവിടെ ഇന്ത്യൻ ടോയ്ലറ്റിൽ എനിക്ക് ഇരിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും ജോസ് പാപ്പച്ചൻ എന്ന് പറഞ്ഞ ഈ 1500 അല്ലെങ്കിൽ 2000 മെയിൻ പ്രിസണേഴ്സ് ഉണ്ട്, കുറ്റവാളികളുണ്ട്. ഇവരുടെ അടുത്തും പോലീസുകാർ ഒരു 100-200 പോലീസുകാർ ഇവരുടെ മധ്യത്തിലല്ല ജോസ് പാപ്പച്ചൻ പേരും അങ്ങ് പ്രസിദ്ധമായി. എല്ലാവർക്കും ജോസ് പാപ്പച്ചൻ അറിയാം. 2 ദിവസം കഴിഞ്ഞ 2 പോലീസുകാർ വന്നിട്ട് പറഞ്ഞു, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ചെന്ന് പറഞ്ഞു, നിന്റെ പേരെന്തുവാ? ഞാൻ പറഞ്ഞു ജോസ് പാപ്പച്ചൻ. നിന്റെ അപ്പൻ്റെ പേരെന്താ? തോമസ് പാപ്പച്ചൻ. നിന്റെ വല്യപ്പൻ്റെ പേരെന്തുവാ? ഇവർ സ്ഥാപിക്കാൻ നോക്കുന്നത് എൻ്റെ അപ്പനോ വല്യപ്പനോ മതം മാറ്റിക്കൊണ്ടാണ് ഞാൻ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞു, അവർ മതം മാറ്റിയില്ല, എനിക്ക് അതിനോട് ഒരു ബന്ധമില്ല. ഞാൻ യേശുവിൻ്റെ സ്നേഹം അറിയുന്നു, യേശുവിൻ്റെ രക്ഷ അറിയുന്നു, അതുകൊണ്ടാണ് ഞാൻ ദൈവപ്പാല്. പിന്നെ എന്നെ പറഞ്ഞിട്ടു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വേറെ 2 പോലീസുകാർ വന്നു. അവർ കസേരയിലിരിക്കുക, കുറ്റവാളികൾ ഇങ്ങനെ വളഞ്ഞു നിൽക്കുക. ഈ പോലീസുകാർ ചോദിക്കുന്നത്, ഞങ്ങൾ ബൈക്കിൽ പോകുമ്പോൾ, ബസ്സിൽ പോകുമ്പോൾ, കാറിൽ പോകുമ്പോഴൊക്കെ കാണുന്ന യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തരച്ച് കാണാം, യേശു കരയുന്ന കാണാം. അതെന്തോ സംഭവം? നിങ്ങൾ മരിക്കുമ്പോൾ ദഹിപ്പിക്കുവാന്നോ അടക്കുവാന്നോ? ഇവിടെ നിപ്പും പടുതി കണ്ടിട്ട് എനിക്ക് മനസ്സിലായി, ഇവരെ സംശയം തീർക്കാനല്ല, പരിഹസിക്കാന്. ഞാൻ തുറന്നില്ല. അന്നേരം അതിലൊരു കുറ്റവാളി, കൊലപാതക കേസിലെ കുറ്റവാളിയാണ്. ആള് പറഞ്ഞു, ഈ ജോസ് പാപ്പച്ചൻ്റെ വായിന്നൊന്നും കിട്ടത്തില്ല, കിട്ടണമെങ്കിൽ ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് ചെയ്യണം. ഞാൻ എന്നിട്ടും തുറന്നില്ല. അന്നേരം പോലീസുകാരൻ ഉടനെ തന്നെ പറഞ്ഞു, ഇനിയും തൊട്ട് ജോസ് പാപ്പച്ചൻ ആരാ? ഹിന്ദുവാ. ഇവന്റെ പേരെന്തുവാ? രാം ദുലാരി. ഞാൻ പറഞ്ഞു, നീ രാം ദുലാരി എഴുതി എൻ്റെ നെറ്റിൽ ഒട്ടിക്കുക, അതിന് വല്ല വ്യത്യാസം വരുമോ? ഞാൻ ജനിച്ച ക്രിസ്ത്യാനി, ജീവിക്കുന്ന ക്രിസ്ത്യാനി, മരിച്ച ക്രിസ്ത്യാനിയുടെ മരിക്കും. നിങ്ങൾ എന്നെ തൂക്കിക്കൊന്നാലും യേശുവിനെ തള്ളി പറയത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അവരെന്നെ പറഞ്ഞു വിട്ടു. പിന്നെ ഇവിടെ പ്രസാദമൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ കഴിക്കാത്തതുകൊണ്ട് അതൊന്നും എല്ലാം പുച്ഛമായിരുന്നു. അവരെ ജയിലറിനൊക്കെ റിപ്പോർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് വ്യവസ്ഥയില്ലെന്ന്. അങ്ങനെയൊക്കെ ഇവർക്ക് എന്നോട് വലിയ പുച്ഛമായിരുന്നു. പിന്നെ 3 മാസം ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോഴത്തേക്ക് ഈ ഡോക്ടർമാർക്ക് ഒരു ഉണർവ് സംഭവിച്ച് അവർ ചിന്തിച്ച്, ഇയാളെ ഇവിടെ അകത്തിട്ടാൽ നമ്മുടെ ആളുടെ കേസ് വീക്കാവും, ഇവർക്ക് അനുകൂലമായിത്തീരും. അതുകൊണ്ട് തന്ത്രപൂർവ്വം എന്നെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചു. അതുകൊണ്ട് തൊട്ടപ്പുറത്ത് തന്നെ ഈ സെല്ലുകളുണ്ട്. അതിൽ ഏകാന്ത സെല്ലെന്ന് പറയും. എന്നുവെച്ചാൽ വലിയ ക്രിമിനൽ ഏകാന്തമായിട്ട് ഇടുന്നത്. അവിടെ എന്നെ കിടത്താൻ ശ്രമിച്ചു. പക്ഷെ ഒരാളും എന്നെ അവരോട് കിടത്താൻ സമ്മതിച്ചില്ല. പിന്നെ എന്നെ അതുകൊണ്ട് ഞാൻ 50 പേരുടെ റൂമിലോട്ട് ട്രാൻസ്ഫർ മേടിച്ചു. 50 റൂമിൽ ട്രാൻസ്ഫർ മേടിച്ച് അവിടെ ചെന്നപ്പോൾ നമ്മൾ അടുപ്പിച്ചാണ് കിടക്കുന്നത്. താഴെ കിടക്കുന്നത് ഈ കീറി പറഞ്ഞ കമ്പിളി, പൊടി പിടിച്ച കമ്പിളി, ചാക്ക് പോലത്തെ കമ്പിളി. പിന്നെ ഫ്രണ്ടില് ജനലുണ്ട്. ഇവർ നിരന്തരം തുപ്പിക്കൊണ്ടിരിക്കും. നമ്മളോർക്കും ഇവരുടെ തുറന്നാൽ നമുക്ക് ഛർദ്ദിക്കാൻ വരും. നമ്മളോർക്കും ഇവർ ജനിച്ചപ്പോഴേ ഇവരുടെ പല്ല് ഇങ്ങനെ തന്നെയായിരുന്നു, ഒന്നീ ചുമപ്പ് ഒന്ന് കറുപ്പ്. നമ്മളോർക്കും ഇങ്ങനെ തന്നെയായിരിക്കും ജനിച്ചപ്പോഴേ. അങ്ങനെ നമുക്ക് ഛർദ്ദിക്കാൻ വരും. പിന്നെ ഹാംസിൻ്റെ, ബീഡിയുടെ, സിഗരറ്റ് വലിച്ചതിൻ്റെ, കൈനിയുടെ ഒക്കെ പാക്കറ്റ് താഴെ, ബാത്റൂമൊക്കെ ഛർദ്ദിച്ചും വല്ലാത്ത അവസ്ഥ. നമുക്ക് കിടക്കാനോ ഇരിക്കാനോ ഒക്കാത്ത അവസ്ഥ. അതുപോലെ തന്നെ നമ്മൾ മലയാളികൾക്ക് വലിയ ബുദ്ധിമുട്ട്. പിന്നെ ഈ പോലീസുകാർ പറയുന്നത്, ഈ ജോസ് പാപ്പച്ചോട് നിങ്ങൾ ഒരു നിമിഷം ഇരിക്കത്തില്ല, ഇയാൾ നിമിഷത്തിൽ മതം മാറ്റും. ഈ ജയിലോടുന്ന കുറ്റവാളികളാ ചായ, പേപ്പർ, ആഹാരം എല്ലാം കൊണ്ടുവരുന്നത്. അതിലൊരു പത്രം കൊണ്ടുവരുന്ന ആള് റേപ്പ് കേസും മർഡർ കേസിന്റെ പ്രതി. അയാളും പറഞ്ഞ ജോസ് പാപ്പച്ചനോട് നിങ്ങൾ ഒരു നിമിഷം ഇരിക്കില്ല, ഇയാൾ നിമിഷത്തിൽ മതം മാറ്റും. അങ്ങനെയൊക്കെ വേർതിർത്തി ഉണ്ടായിരുന്നു. പിന്നെ ഏക ഗുണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു TV ഉണ്ട്. TV കേൾക്കണമെങ്കിലും കാണണമെങ്കിലും ഫ്രണ്ടിൽ പോകണം. ഒരാളും എന്നെ ബെഡിൽ ഇരുത്തത്തില്ല. അവർക്ക് നമ്മൾ പുച്ഛമാണ്. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. പിന്നെ ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ
പ്രാവിന് കൊടുക്കുന്ന പോലെ കടല കൊടുക്കുന്നത്. നമ്മൾ എണ്ണിയാൽ 10-12 കടല, ഊളച്ചായ. ഉച്ചയ്ക്ക് റൊട്ടി ഉണ്ടാക്കി കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ മെഷീനിലാണ് കൊണ്ടുവരുന്നത്. പക്ഷെ ഇവിടെ കൊണ്ടുവരുമ്പോൾ കല്ല് പോലാവും. പരിപ്പ് കറി എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് കശ്മീർ വരെ നീണ്ട പരിപ്പ് കറി. അതിൽ മുളയില്ല, മഞ്ഞളില്ല, കടുമില്ല. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് തപ്പിയെങ്കിൽ ചിലപ്പം നല്ല പരിപ്പ് കിട്ടും. പിന്നെ തോരൻ കണ്ട തോരനാണോ ചാണകമാണോ എന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. അതുപോലെ ഒരു പ്രാവശ്യം കൊണ്ടുവന്ന മൊത്തം പുഴുവായിരുന്നു. അങ്ങനത്തെ അവസ്ഥ. പിന്നെ ഞങ്ങൾ പിടിച്ചു നിന്നെന്ന് പറഞ്ഞാൽ അനേക ദേവദാസന്മാർ ഞങ്ങൾക്ക് ആഹാരം കൊണ്ടുവരുന്നു. അവർ ഡ്രൈ ഫ്രൂട്ട്സ്, പാക്ക് ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുവരുമായിരുന്നു. അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ ഒത്തിരി നിരാശപ്പെട്ടു. ഞങ്ങളുടെ ആദ്യം ADF എടുത്ത്, പിന്നെ ADF എടുത്തപ്പോൾ തള്ളിപ്പോയി. ഇപ്പോൾ 8 മാസമാകുന്നു. 8 മാസമായി ഞാൻ പുറത്തിരുന്ന് ഇങ്ങനെ കാര്യം പുറത്തുകൊണ്ടിരിക്കുന്നു. അന്നേരം ജയിലിൽ നിന്ന് കുറ്റവാളി കോടതിയിൽ ഡേറ്റ് നോക്കാൻ പോകുമ്പോൾ ഞാൻ അവർക്ക് ലെറ്റർ കൊടുത്തോളായിരുന്നു. ഈ സാബു തോമസ് പാസ്റ്ററിനും മറ്റ് വക്കീലുമാർക്കും ഞങ്ങളിവിടെ തന്നെ ഞങ്ങളുടെ ജീവിതം അവസാനിക്കും. നിങ്ങൾ മനഃപൂർവ്വം ഞങ്ങളെ വിടിക്കാതെ സഹായിക്കാത്ത നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ സ്വന്തം ബന്ധുക്കാർക്ക് ഞങ്ങളെക്കുറിച്ച് ചിന്തയില്ല. പിന്നെ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഈ ദേവദാസന്മാർ ഞങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവരുന്നു. ഇന്ത്യൻ മിഷനിൽ എബി സാറൊക്കെ വന്നു. എബി സാറും അവിടുന്ന് കുറച്ച് ബീഹാറിൽ നിന്ന് കുറച്ച് എന്നോട് പറഞ്ഞു, ജയിലർ പറഞ്ഞു 10 പേരുടെ പേരെഴുതിത്തരാൻ, ആരൊക്കെ നിങ്ങളെ കാണാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ 10 പേരുടെ പേരെഴുതി തരുന്നത്? നാളെ മത്തായിച്ചനാ, കറിയാച്ചനാ, ക്ഷമയില വരുന്നതെന്ന് ഞാൻ ഇങ്ങനെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എഴുതി തരാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വിട്ടു. പിന്നെ ഈ ദേവദാസന്മാർ എനിക്ക് വേണ്ടി ഇതൊക്കെ കൊണ്ടുവരുന്നപ്പം ഇവരും പറഞ്ഞു, നിങ്ങൾക്ക് ഫോറിൻ എയ്ഡ് കിട്ടുന്നുണ്ട്, ഫോറിനിൽ പൈസ കിട്ടുന്നുണ്ട്, ഇവർക്ക് വേണ്ടി കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. ഒരു ദേവദാസൻ PP ബേബി കുടുംബം ഞങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ വരുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ സാധനം അവരെ ഒത്തിരി ടോർച്ചർ ചെയ്തു. ഇൻ്റലിജൻസ്കാർ വരെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യിപ്പിച്ചു. അന്നേരം ആ ദേവദാസി കരത്തോടെ നിന്നു. അവർ പറഞ്ഞു, ഞാൻ എൻ്റെ ശമ്പളത്തോണ്ട് ഇവർക്ക് വേണ്ടി കൊണ്ടുവന്നത്, ഇത് എൻ്റെ സഹോദരനാണ്, നിങ്ങൾ എന്താ നടപടി എടുത്താലും ഞാൻ ഇതിന് ഭയപ്പെടത്തില്ല, ഞങ്ങൾ ഇവരെ കാണാൻ വരും. അങ്ങനെ ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലയോ, ഞാൻ പോലീസുകാരോട് ചെന്ന് അവിടെ അടുത്തിരുന്നിട്ട് നിങ്ങൾ ഒരു സ്നേഹിതരിലോട്ട് ഇരുന്നിട്ട് നിങ്ങൾ സന്തോഷമാണോ, സുഖമായിരിക്കുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും, നിങ്ങൾ ചായ കുടിച്ചോ, കാപ്പി കുടിച്ചോ? പിന്നെ അവരോട് ചോദിക്കാൻ എന്താ തോക്ക് സംഘടിപ്പിച്ചോ? ഞാൻ പിന്നെ പറയാമായിരുന്നു, നിങ്ങളെ തോക്കൊണ്ട് വെടി വെച്ച് എന്നെ കൊല്ലാൻ ചൂണ്ടി എന്നെ നെഞ്ചിലെ ചൂണ്ടി ഞാൻ നടക്കൊള്ളുക എന്നുവെച്ചാൽ ഞാൻ ഓർത്തു റിച്ചാർഡ് ബോംബനാട് അപ്പോസ്റ്റലന്മാരുടെ കഥ വായിച്ചുകൊണ്ട് ഞാൻ ഓർത്ത് എൻ്റെ ജീവൻ ഇവിടെ തന്നെ അവസാനിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് അങ്ങനെ പറഞ്ഞേ. പിന്നെ അന്നേരം ഞാൻ പറഞ്ഞ, നിങ്ങളോട് മുമ്പ് പറഞ്ഞ കുറച്ച് പോലീസുകാർ എന്നോട് ദേഷ്യപ്പെടുന്നത്, നിന്നെ ജയിലറിനെ കൊള്ളാൻ 2 ആളി തരുമ്പോൾ ശരിയാവും, കുറച്ച് പോലീസുകാർ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ജാമ്യം ലഭിക്കും. അങ്ങനെ ഇരുന്നാൽ പിന്നെ ഞാൻ 40 ദിവസത്തേക്ക് 17 ദിവസം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ജാമ്യം ലഭിച്ചു. സെപ്റ്റംബർ 6-ാം തീയതി. അന്നേരം ഞങ്ങൾക്ക് അങ്ങനെ ഇരുന്നപ്പോൾ പോലീസുകാർ പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾക്ക് ജാമ്യം ലഭിക്കും. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസിക്കാൻ തീരുമാനിച്ചു. 40 ദിവസത്തേക്ക് ഉപസിക്കാൻ തീരുമാനിച്ച് ജയിലിൽ ഉപസിക്കാനൊക്കത്തില്ല എന്നുവെച്ചാൽ നമ്മൾ നിർബന്ധമായിട്ട് ആഹാരം കഴിക്കണം. അന്നേരം റൂമിലെ ലീഡറിനെ ചട്ടം കെട്ടി ഞാൻ ഉപസിക്കാൻ തുടങ്ങി. ഈ പ്രാവശ്യം എൻ്റെ കുറവുകളൊക്കെ ഏറ്റു പറഞ്ഞാൽ ഉപസിക്കാൻ തുടങ്ങി. അനേകർ പ്രാർത്ഥിച്ച ഫലമായിട്ടും സെപ്റ്റംബർ 6-ാം തീയതി ഞങ്ങൾക്ക് ജാമ്യം ലഭിച്ചു. പോലീസുകാർ തടസ്സപ്പെടുത്തി. അതുകൊണ്ട് പോലീസുകാർ തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞാൽ സാബു തോമസും വക്കീലുമാർ ഞങ്ങളെ പെട്ടെന്ന് ഇറക്കാൻ വേണ്ടി ലോക്കൽ ആൾക്കാരെ നിർത്താൻ ശ്രമിച്ചു. പക്ഷേ പോലീസുകാർ അവരുടെ വീട്ടിൽ പോയി അവരെ ഉപദ്രവിച്ചു, അവരെ റെയ്ഡ് ചെയ്തു, അവരെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ജാമ്യം തരാൻ പിൻവലിച്ചു. അങ്ങനെ പിൻവലിച്ചപ്പോൾ എന്തോ ചെയ്തു, സാബു തോമസ് പാസ് എന്തോ ചെയ്തു, 4 ലക്ഷം ഒരേ രാത്രി കൊണ്ട് അറേഞ്ച് ചെയ്തു. 2 ലക്ഷം എനിക്ക്, 2 ലക്ഷം എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ജാമ്യത്തിന് നില
പാസ്റ്റർ സാബു തോമസിന്റെ മകന്, പിന്നെ കാൺപൂരിലെ ഒരു ദേവദാസന്, പിന്നെ പിന്നെ ദേവദാസന്റെ സഭയിൽ വിശ്വാസികളില്ലായിരുന്നു. ഇവരെ പോലീസ് ഒത്തിരി ഓടിപ്പിച്ചു. അതല്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അനേകർ പ്രാർത്ഥിച്ചുകൊണ്ട് സെപ്റ്റംബർ 23 ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങളെതിരെ 3 FIR ആയിരുന്നു. ഒന്ന് ബൈബിൾ കൊടുത്ത് മതം മാറ്റുന്നു. രണ്ടാമത്തെ കാര്യം ഞങ്ങളെ പിള്ളേരെ പഠിപ്പിക്കുന്നു, ജനങ്ങൾക്ക് ബോധവൽക്കരണം വരുത്തും. പിന്നെ ഇവർക്ക് ആഹാരം വെച്ച് ഭണ്ഡാരം നടത്തി ആഹാരം വെച്ച് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തന്നെ ആഹാരം തികയുന്നില്ല, പിന്നെ എങ്ങനെ ഇവർക്ക് ആഹാരം കൊടുക്കുന്നത്? പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി വക്കീൽ വാദിക്കുന്ന പേര് മജിസ്ട്രേറ്റ് വാദിച്ചു. മജിസ്ട്രേറ്റ് പറഞ്ഞു ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്, ഇതൊന്നും മതപ്രവർത്തന, ബൈബിൾ കൊടുക്കുന്ന ഒരു തെറ്റുകാരിയല്ല. അന്നേരം അവർ ചോദിച്ചു ഗീത കൊടുക്ക. പുള്ളി പറഞ്ഞു ആരാ ഗീത കൊടുക്കല്ലേ എന്ന് പറഞ്ഞ്, നിങ്ങൾ ഗീത കൊടുക്ക. പുള്ളി പറഞ്ഞു ഞാൻ നിങ്ങളുടെ അമ്പലത്തിൽ പോയി ഒരു പ്രസാദം തിന്നുന്നതുകൊണ്ട് ഞാൻ ഹിന്ദു ആയോ അത് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പിന്നെ പറഞ്ഞു പിള്ളേരെ പഠിപ്പിക്കുന്നതൊക്കെ നല്ല കാര്യമല്ലയോ, ഇതൊക്കെ നല്ല കാര്യമാണ്, ഇതൊരു മതപ്രവർത്തനമല്ല. പിന്നെ മൂന്നാമത്തെ വ്യക്തി ഇവർക്ക് ഞങ്ങളെതിരെ കേസ് കൊടുക്കാൻ റൈറ്റ് ഇല്ല. അതുകൊണ്ട് ഞങ്ങളെ സെപ്റ്റംബർ 2024 അമ്പലത്തേക്ക് ഇവരെ വെറുതെ വിടണം. ഞങ്ങളുടെ എതിരായി 18 പേരെ സാക്ഷിക്ക് നിർത്തി. ഒരാളും ഞങ്ങളുടെ എതിരായി പറഞ്ഞില്ല. FIR എഴുതിയ പോലീസുകാർ എഴുതി തന്നു. ഞാൻ നിർബന്ധിക്കപ്പെട്ടുകൊണ്ട് ഇവരുടെ പുറത്ത് FIR എഴുതിയ. ഞങ്ങളുടെ എതിരായി ഒരു തെളിവില്ല. ഞങ്ങൾ കോടതിയിൽ 1.5 വർഷം കയറി ഇറങ്ങി. ഒരു പ്രാവശ്യം ലക്നൌവിന് ഈ കോടതി കയറണമെങ്കിൽ 10,000 to 15,000 rupees ചിലവാണ്. രാവിലെ പോയാൽ നമ്മൾ വൈകിട്ടേ ഇറങ്ങത്തുള്ളൂ. പിന്നെ വീട്ടിൽ എത്തുമ്പോൾ രാത്രിയോ. അത്രയും തണുപ്പൊക്കെ സഹിച്ചൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങളെ വെറുതെ വിടണ്ടായിരുന്നു. ഞങ്ങളുടെ എതിരായിട്ട് വന്ന് എന്നാൽ കോടതി ഞങ്ങളെ മനഃപൂർവ്വമായി ശിക്ഷിക്കാൻ തീരുമാനിച്ചു. ആദ്യം SC/ST ക്രിമിനൽ ആക്ട് ആക്കാൻ ഞങ്ങളെ കുറ്റപ്പെടുത്തി ജയിലിടാൻ തീരുമാനിച്ചു. അന്നേരം ഞങ്ങളെ വക്കീൽമാർ എതിർത്തുകൊണ്ട് അറ്റംപ്റ്റ് കൺവേർട്ട് എന്ന് പറഞ്ഞ് 5 വർഷവും തടവും 25,000 പിഴ. ജാനുവരി 17 2025 ഇവിടെ വൈഫ് തന്നെയാണ് പോയത്. ഞാൻ അന്നേരം മനഃപൂർവ്വമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, അറസ്റ്റ് ഒഴിവാക്കാൻ. പക്ഷെ ഇവിടെ അറസ്റ്റ് ചെയ്തപ്പം ഞാനും കീഴ്പ്പെട്ടു. ഞാൻ പറയട്ടെ, ഈ പ്രാവശ്യം ഞാൻ വലിയ സന്തോഷത്തോടെ പ്രത്യാശത്തോടെ പോയെ. ഞാൻ പോകുന്ന മുമ്പേ എല്ലാ ദിവസവും പ്രാർത്ഥിക്കായിരുന്നു. രാവിലെ എണീറ്റ് സ്വർഗശില്പി അങ്ങനെ പ്രത്യാശ പാട്ടുകളൊക്കെ പാടി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ സാബു തോമസ് പാസ്റ്ററിന്റെ വീട്ടിൽ ദാസിയും പല ദേവദാസന്മാർ എന്നെ വന്ന് ധൈര്യപ്പെടുത്താൻ പറഞ്ഞു. നിങ്ങൾ ധൈര്യപ്പെടുത്താൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടണ്ട, ഞാൻ എൻ്റെ സ്വന്തം ബന്ധുക്കാരെ കാണാൻ പോവുക. അവർക്കാണെങ്കിൽ ഞങ്ങളെ കാണാത്തതുകൊണ്ട് ഉറക്കം വരുന്നില്ല. അവരെ ഒന്ന് കണ്ട് അവർ സുഖമാണെന്നോ സന്തോഷമായിരിക്കുന്നു അന്വേഷിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു. 3 മാസത്തേക്ക് സാധനം എടുത്തുകൊണ്ട് പോയെ. പക്ഷേ ഏറ്റവും അത്ഭുതം പറഞ്ഞിട്ട് ഞങ്ങൾ ജയിലിൽ പോകുമ്പോൾ തന്നെ അനേകർ പ്രാർത്ഥിച്ചുകൊണ്ട് ജയിലും ഈ പ്രാവശ്യം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. പോലീസുകാർ ഞങ്ങളുടെ സ്നേഹത്തോടെ ഇടപെട്ടു. ഈ പ്രാവശ്യം ആഹാരം കുറച്ച് മെച്ചമുണ്ടായിരുന്നു. പിന്നെ ഈ പ്രാവശ്യം ഞാൻ ഹോസ്പിറ്റലിൽ 1 ദിവസം കിടന്നുള്ളൂ. പിന്നെ എന്നെ ഈ പ്രാവശ്യം 18 പേരുടെ റൂമിലൊക്കെ എടുത്ത് ലെഫ്റ്റ് സൈഡ് മെന്റൽ ആൾക്കാർ, റൈറ്റ് സൈഡ് നോർമൽ ആൾക്കാർ. ഈ നോർമൽ ആൾക്കാർ എനിക്ക് ബെഡ് വിരിച്ച് തന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചോദിക്കും, അങ്കിൾ സുഖമായിരിക്കുന്നോ, അങ്കിളിന് സന്തോഷമാണോ, അങ്കിൾ കഴിക്കാൻ വല്ലതും വേണോ, വല്ല പണം വേണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഠാക്കൂർമാർക്ക് അടിച്ച് പല്ലും കടിച്ച് ഇയാളെ അടിക്കണമെന്ന് വന്ന് ചിന്തിച്ചു വന്നവർ എന്നോട് ഇടപെട്ടപ്പോൾ പറഞ്ഞു ഇയാൾ നിരപരാധിയാണ്. പിന്നെ ഏറ്റവും അതിശയം എന്ന് പറഞ്ഞാൽ അനേകർ പ്രാർത്ഥിച്ചു. ഞങ്ങളെ കോടതി ശിക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അറ്റ്ലീസ്റ്റ് 3 to 6 months മിനിമം ഞങ്ങൾ ജയിലിൽ കിടക്കേണ്ടതാണ്. അനേകർ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവർക്ക് ഫെബ്രുവരി 5 ജാമ്യം ലഭിച്ചു. അന്നേരം ഞാൻ പിറ്റേ ദിവസം
എന്നിട്ട് ജയിലിലെ ടെലിഫോണുണ്ട്. ആ ടെലിഫോണിൽ സാബു തോമസിന്, പാസ്റ്റർ സാബു തോമസിനെ വിളിച്ച് ഞാൻ പറയാൻ വിളിച്ചതാ, ഞങ്ങളെ ഇറക്കുമ്പോൾ ഒന്നിച്ച് ഇറക്കണം. ഇത് പറയുന്നതിന് മുമ്പ് സാബു തോമസ് പാസ്റ്റർ അവിടെ നിന്ന് പറഞ്ഞ്, കോടതിയിൽ തന്നെ പറഞ്ഞ്, കോടതിയിലായിരുന്നു, ഹല്ലേലൂയ, ജോസ് പാപ്പച്ചന്റെ പ്രത്യാശ പ്രാർത്ഥന ഫാദർ ജോസ് പാപ്പച്ചന് ജാമ്യം ലഭിച്ചു. ഞങ്ങളിപ്പം ജാമ്യത്തില. ഞാൻ പറയട്ടെ, ബൈബിള് വാക്യമുണ്ട്, അന്ത്യകാലത്ത് ദേവദാസന്മാർ പീഡിക്കപ്പെടും, നിങ്ങൾക്ക് രാജാക്കളും അധികാരികളുടെ മുമ്പ് നിൽക്കേണ്ടി വരും, സ്വന്തം ബന്ധക്കാർ കൈവിടും. ബൈബിള് യേശു ക്രിസ്തു ഭൂമി പോലെ ലോകത്തിൽ കഷ്ടമുണ്ട്, ധൈര്യപ്പെടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അറിയാം, ശൗൽ എന്ന് പറഞ്ഞ വ്യക്തി പൗലോസ് ആനേക്കാൾ മുമ്പേ ദേവദാസന്മാരെ ഉപദ്രവിച്ച് സഭ മുടിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പൗലോസ് പിന്നെ ഒരു ദൈവ പൈതലായി കഴിഞ്ഞിട്ട് പൗലോസ് ഗലാത്യയിലും കൊരിന്ത്യയിലും ഒരു അനുഭവം എഴുതുന്നുണ്ട്. ഞാൻ സുവിശേഷത്തിന് കാരണം നഗ്നനായി, പത്നിയായി, കരത്താൽ കടലാൽ പല പ്രാവശ്യം അടി ലഭിച്ചു. ഇപ്പോഴും 32 ചാട്ടവാറ കൊണ്ട് അടി ലഭിച്ചു. പല പ്രാവശ്യം ഞാൻ കൊല്ലപ്പെടേണ്ടയായിരുന്നു. ഇപ്പോഴും ഇനിയും ഞാൻ മരണപ്പെടും. എന്നിട്ടും പൗലോസ് പറഞ്ഞു, ഈ സ്നേഹത്തിൽ എന്നെ ആർ വേർതിരിക്കും. പിന്നെ പറഞ്ഞ് പൗലോസിനെ ധൈര്യപ്പെടുത്തുന്നതിനേക്കാൾ പേരെ പൗലോസിനെ കാണാൻ വന്ന് പൗലോസ് മറ്റേ സഭക്കാരെയൊക്കെ ബലപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ കർത്താവ് എപ്പോഴും സന്തോഷിക്കുക. നമുക്കങ്ങനെ പറയാനൊക്കുമോ? നമ്മൾ നോക്കുമ്പോൾ സഭ ചരിത്രം വായിക്കുകയാണെങ്കിൽ പീഡനത്തെ മധ്യത്തെ സഭ വളർന്നത്. ഡൊമിനേഷൻ ചക്രവർത്തി, നെഹ്റു ചക്രവർത്തി, പല രാജാക്കളും പല പ്രധാനമന്ത്രികളും ഒക്കെ ശ്രമിച്ചു ഈ ദൈവവേല മുടിപ്പിക്കാൻ. നമ്മൾ നോക്കുമ്പോൾ യു.പിയിൽ ഇനി ഇപ്പോഴും അനേക ദേവദാസന്മാർ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. പല ദേവദാസന്മാർ കഴിഞ്ഞ ഇടയ്ക്ക് ജാമ്യം ലഭിച്ച് ജോസ് പ്രകാശ് എന്ന് പറഞ്ഞ ദേവദാസന് എൻ്റെ കേസ് ഹൈക്കോടതിയിൽ തള്ളിപ്പോയി സുപ്രീം കോടതിയിലായിരുന്നു. രാജ്കുമാർ എന്ന് പറഞ്ഞ ദേവദാസൻ 3 വർഷം കോടതി കഴിഞ്ഞു, പാസ്കോ കേസ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ പുറത്ത്. പിന്നെ ഈ ഇടയ്ക്ക് ജോസ് എന്ന് പറഞ്ഞ ഒരു ദേവദാസൻ ബൈബിൾ ചാക്കൽ ബൈബിൾ സഹിതം കെട്ടി പുള്ളിയെ പിടിച്ചേക്കാൻ നമ്മൾ സംഭവം കണ്ട. അനേകർ പിടിക്കപ്പെടുന്നു. പക്ഷെ ഇപ്പോഴും സഭ വളരുന്നുണ്ട്. ഛത്തീസ്ഗഡിലും യു.പിയിലും ബീഹാറിലും ഒരു ദേവദാസന് ഞങ്ങളോട്ട് ജാമ്യത്തിലാണ്. പക്ഷേ ദേവദാസന് ഗ്രാമത്തിൽ പോയി അനേകരെ സ്നാനപ്പെടുത്തും. ആ ദേവദാസന്റെ വിശ്വാസി തന്നെ ബെഡ്റൂമിനെ സ്നാനക്കുളമാക്കി കൊടുത്തു. അങ്ങനെ ഇപ്പൊ സഭ വളരുന്നുണ്ട്. എന്നുവെച്ചാൽ ബൈബിളിൽ ഒരു വാക്കുണ്ട്, ഒരു സഭ ആദ്യ ദൈവത്തിന് ഒരു പാതാള ഗോപുരം ജയിക്കത്തല്ല ദൈവം സഭ പണി. അതുകൊണ്ട് സഭ പണി. സഭ എൻ്റെ അല്ല തോമസ് ജോർജ് പാസ്റ്ററിന്റെ അല്ല, ആദ്യമല്ല ദൈവത്തിന്റെ, ദൈവം സഭ പണി. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം എന്തുവാ? നമ്മളിങ്ങനെ കേട്ടിങ്ങനെ സാക്ഷി കേട്ടത് പിന്നെ വെറുതെ പോണ്ടവരാണോ? നമ്മളിങ്ങനെ സഭയിൽ വന്ന് കുറച്ചു നേരം ആരാധന ഇരുന്ന് പോണ്ടവരാണോ? നമുക്ക് എന്തിനാ സഭ വരുന്നത്? സഭയിൽ എന്തോ കണ്ടിട്ട് നമുക്ക് സന്തോഷിക്കാൻ, എന്തോ കണ്ടിട്ട് അഹങ്കരിക്കാൻ. നമ്മൾ നോക്കുമ്പോൾ സെന്റ് തോമസ്, വില്യം കേരി, പല മിഷണറിമാർ ഇന്ത്യ വന്നു. പക്ഷേ എന്നും നമ്മൾ ന്യൂനപക്ഷ. അതെന്താ കാരണം? എന്നും സുവിശേഷം കേരളത്തിലെത്തിയിട്ടില്ല. വടക്കേന്ത്യയിൽ യു.പി തന്നെ 75 ഗ്രാമത്തിലെത്തിയിട്ടില്ല. ഇവിടെ സുവിശേഷം എത്തിയിട്ടുണ്ട്. എന്താ കാരണം? നമ്മുടെ കാരണത്താണ്. പലർക്കും കംഫോർട്ട് സോൺ വിട്ടിട്ട് പോകാൻ തയ്യാറില്ല. ഗാന്ധിജി മൊത്തം ബൈബിൾ വായിച്ചിട്ട് പറഞ്ഞു, എന്നെ ഒരു ശരിക്കുള്ള ഒരു ക്രിസ്ത്യാനിയെ കാണിക്കാൻ. ഞാൻ എന്നെ മുൻപെടുത്തിയിട്ട് പറയുന്നത്, നമ്മുടെ സ്വഭാവം കണ്ടിട്ട് ആരെങ്കിലും ആകർഷിക്കപ്പെടുന്നുണ്ടോ നമ്മൾ തിരിഞ്ഞ് നോക്കണം. അംബേദ്കർ മൊത്തം ബൈബിൾ വായിച്ചിട്ട് പറഞ്ഞ് ബുദ്ധിസത്തിൽ ചേർന്നെന്ന് വെച്ചാൽ സഭയിൽ വേർതിർത്തം കണ്ടു. എന്നും നമ്മുടെ സമയത്തിൽ വേർതിർത്തം, ജാതിയുടെ പേരിൽ വേർതിർത്തം, പണം ഇല്ലാത്തവർ. പണ്ട് യേശു ക്രിസ്തു ലോകത്തിലായിരുന്ന കച്ചവടക്കാരെ പുറത്താക്കിയെന്ന കച്ചവടക്കാർ അകത്ത് പണ്ട് സമയത്ത് സുവിശേഷ യോഗത്തിൽ നമ്മുടെ
സുവിശേഷം കേൾക്കാൻ ആൾക്കാർക്ക് ദാഹം ഉണ്ടായിരുന്നു. ദൈവത്തെ അറിയണമെന്ന് ഉണ്ടായിരുന്നു. എന്ന് ആർക്കും ദൈവത്തെ അറിയണമെന്നില്ല. കേരള തന്നെ അറിയപ്പെട്ട ഗോഡ്സ് ഓൺ കൺട്രി എന്ന ഡെവൽസ് ഓൺ കൺട്രി ആയിരിക്കുന്നു. ആത്മഹത്യ, കൊലപാതകം, മയക്കുമരുന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അറിയുന്നു. സഭയിലെ രാഷ്ട്രീയം, ഇങ്ങനൊക്കെ അവസ്ഥകളൊക്കെ, ഇതിനൊക്കെ നമ്മൾ ഒരു വ്യത്യാസം പറഞ്ഞാൽ നമ്മളെ നേറ്റിരിക്കുന്നില്ല. ഞാനിത് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളെ നേക്കണം. നമ്മൾ നോക്കുമ്പോൾ പണ്ട് സാധു കൊച്ചേണി ഉദ്ദേശിയ, ആശാരി ഉദ്ദേശിയ, കെ എബ്രഹാം പാസ്റ്ററൊക്കെ പ്രസംഗിച്ചപ്പോൾ അനേകർ രക്ഷിക്കപ്പെടുന്നുണ്ടായിരുന്നു, അനേകർ സ്നാനപ്പെടുന്നുണ്ടായിരുന്നു, അനേകർ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നുണ്ടായിരുന്നു, അനേകർ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അവർ കഷ്ടപ്പെട്ട് അനേകടത്ത് പോയി സുവിശേഷം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ന് നമ്മൾ നോക്കുമ്പോൾ എന്ന് കൺവെൻഷൻ ക്രൂസൈഡൊക്കെ നടത്തുന്നവരുടെ പേരിൻ്റെ മഹത്വം എന്ന് നമ്മൾ കൺവെൻഷൻ ക്രൂസൈഡ് ചെല്ലുമ്പോൾ നമുക്ക് നോക്കും. ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. നമുക്ക് എന്തുവാന്ന് പറഞ്ഞാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട പ്രാസംഗിൻ്റെ പ്രസംഗമാണെങ്കിൽ നമ്മൾ അകത്തിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തെക്കും വടക്കും നടക്കും, അല്ലെങ്കിൽ ആ സമയത്തായിരിക്കും കച്ചവടം വാങ്ങുന്നതും വിൽപ്പന ചെയ്യുന്നത്, അല്ലെങ്കിൽ അപ്പോഴായിരിക്കും കല്യാണ ആലോചന. നമ്മൾ മലയാളികളെ നോക്കിയാൽ നമ്മുടെ വേഷരീതിയും വീടുകളെ നോക്കിയാൽ യേശു ഇപ്പോഴൊന്നും വരത്തില്ല. നമ്മൾ വിചാരിക്കുന്ന യേശു ഇപ്പോഴും വരത്തില്ല. പണ്ട് നമ്മുടെ വീടുകളിലെ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇപ്പോൾ പണ്ട് വീടുകളിലൊക്കെ TV ആയിരുന്നു. അതുകൊണ്ട് സീരിയലൊക്കെ കണ്ട് രാത്രി ഓർക്കുമ്പോൾ ഞാനൊന്ന് പറയുന്നു, ഒന്ന് മറിയുന്നു എന്ന് പറഞ്ഞ് കിടക്കുമായിരുന്നു. ഇപ്പം നമ്മൾ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കും, പിന്നെ രാത്രിയാകുമ്പോൾ ഇത് തന്നെ പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. നമുക്ക് പണ്ട് നമ്മുടെ അപ്പച്ചന്മാർ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ അയർലൻഡിലും ഇംഗ്ലണ്ടിലും പല കാനഡയിലൊക്കെ ഞാൻ പറയുന്നത് നമ്മുടെ മക്കള് അയർലൻഡിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിൽ പോകില്ല എന്നല്ല. പക്ഷേ നമ്മൾ എത്ര മക്കൾ എൻ്റെ ബൈബിൾ കോളേജിൽ പോകുന്നു. പല ബൈബിൾ കോളേജ് പിള്ളേരില്ല പഠിക്കാൻ. അങ്ങനത്തെ അവസ്ഥയായിരിക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും എഞ്ചിനീയർ ആകണം, ഡോക്ടറാകണം, അതാകണം, ഇതാകണം, എങ്ങനെയാണ് പൈസ ഉണ്ടാക്കണമെന്ന് മാത്രമേ ചിന്തയുള്ളൂ. അങ്ങനത്തെ അവസ്ഥയായിരിക്കുന്നു. പണ്ട് നമ്മൾ കപ്പയും മുള സമ്പതി കഴിച്ചപ്പോൾ നമുക്ക് ദൈവസ്നേഹം ഉണ്ടായിരുന്നു. നമ്മൾ തൊട്ട് അയലോക്കാർക്ക് അവർക്ക് കഴിക്കാനുണ്ടോ, കഴിക്കാനില്ലയോ എന്ന് തിരക്കുമായിരുന്നു. എന്ന് നമ്മുടെ സ്വന്തം കാര്യം ജിന്ദാബാദ്. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും കഴിക്കുന്നോ നമ്മൾ അതേ നോക്കത്തുള്ളൂ. നിനക്ക് കഴിക്കുന്നോ കഴിക്കാനില്ലേ, എനിക്കെന്തുവാ, നീ ചാവാതെ ഇരിക്കുക, എന്താ നമ്മുടെ ചിന്ത. അങ്ങനത്തെ ഒക്കെ അവസ്ഥ മാറണം. നമ്മളോർക്കല്ലേ കേരളത്തിൽ ഇങ്ങനെ പ്രതിസന്ധി വരത്തില്ല. ഇനി അടുത്ത കേരളത്തിൽ പ്രതിസന്ധി ഇരിക്കുന്നേ ഉള്ളൂ. കേരളത്തിൽ പലയിടത്തും സുവിശേഷത്തിന് എതിർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ മിണ്ടാതിരുന്നാൽ, നമ്മൾ ഉണർന്നില്ലെങ്കിൽ ദൈവവചനം ഉണ്ടെങ്കിൽ കല്ലിനെ നേപ്പിക്കണം. അതിൻ്റെ മുമ്പേ നമ്മളെ നേക്കണം. നമ്മൾ നേറ്റില്ലെങ്കിൽ അവസാന കാലഘട്ടത്തിൽ ബൈബിൾ പോലും എടുത്തുകൊണ്ട് പുറത്ത് ഇറങ്ങാൻ ഒക്കാത്ത കാലഘട്ടം വരാൻ പോകുന്നു. അതിനിടയാക്കൽ നമുക്ക് ഒരു പ്രതിസന്ധി ആനേക്കാൾ മുമ്പേ നമ്മൾ സഭകൾ തമ്മിൽ ഐക്യതപ്പെടാൻ, നമുക്ക് തമ്മിൽ പ്രാർത്ഥിക്കാൻ, നമ്മൾക്ക് അന്യനെ ബലപ്പെടുത്താൻ, നമ്മൾ ഉണർന്ന സുവിശേഷം എന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് സുവിശേഷം എത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ആഹ്വാനം ചെയ്യുന്നു. നമ്മളെ നെറ്റ് പ്രകാശിക്കണം. നമ്മുടെ ദേശത്തിൽ സുവിശേഷം എത്തണം, സുവിശേഷിക്കപ്പെടണം. പ്രാർത്ഥിക്കാം. ഞാൻ ഇനി 2-3 പ്രാർത്ഥന വിഷയം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സാക്ഷി നിർത്താൻ പോകുന്നു. ഇത്ര അവസരം തന്നെ ദേവദാസന് നന്ദി. പക്ഷെ എൻ്റെ 3 പ്രാർത്ഥന വിഷയം പറയട്ടെ. ഒന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളിപ്പോഴും ജാമ്യത്തിലാണ്. ഞങ്ങളുടെ കേസ് തള്ളിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ ഞങ്ങളോട്ട് അനേക ദേവദാസന്മാർ ഇപ്പോഴും ജയിലിലായിരിക്കുന്നു. അവർക്ക് ജാമ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മളറിയാമല്ലോ, ഈ അരുൺ യേശുദാസ്, പ്രമോദ് കുമാർ,
ഇവരൊക്കെ ലക്തിപൂർ UP ജയിലിൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. അവർക്ക് എത്രയും വേഗം ജാമ്യം ലഭിക്കണം. അതുപോലെ എല്ലാ ദേവദാസന്മാരുടെ കേസ് ക്യാൻസൽ ആകണം. നമ്മൾ നോക്കുമ്പോൾ സുപ്രീം കോടതി ഈ ആന്റി കൺവെൻഷൻ സ്റ്റേറ്റിലോട് റിപ്പോർട്ട് ചോദിച്ചു. ഒരു വാദം നടന്നു, പിന്നെ വാദം നടന്നില്ല. പ്രാർത്ഥിക്കണം, എത്ര വേഗം വാദം നടന്ന് ആന്റി കൺവെൻഷൻ നമ്മുടെ ദേശത്തിന് എല്ലാ സ്റ്റേറ്റിൽ നിന്ന് പോകണം. സുശേഷത്തിന്റെ വാതിൽ തുറന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സുശേഷം എത്തിച്ചേരണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ 2 മക്കളുണ്ട്, സ്റ്റീഫൻ ജോസ്, മൂത്ത മോൻ, ഇളമോൻ ജോസ്. പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഇപ്പം വീടില്ല. ഞങ്ങൾക്ക് നാട്ടില് ഒരു ദേവദാസൻ മാത്യു ഡാലിയൻ പറഞ്ഞ സഹോദരൻ ഞങ്ങൾക്ക് 7.5 സെന്റ് എടപ്പോന്ന് 2.5 കിലോമീറ്റർ ദൂരം കൊഴുമത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് 7.5 സെന്റ് സ്ഥലം തന്നു. പുള്ളിയുടെ സഹോദരൻ 8.25 ലക്ഷം തന്നു. പിന്നെ ഞങ്ങളുടെ കയ്യിലും കുറച്ച് പൈസ കൊണ്ടും പിന്നെ ചില ആൾക്കാരുടെ സഹായം കൊണ്ട് കുറച്ച് മേളിൽ റൂഫിംഗ് വരെ ചെയ്തു. പിന്നെ അകത്തുനിന്ന് സ്റ്റെപ്പിന്റെ മേള് കെട്ടി. പിന്നെ ഇപ്പോൾ തേപ്പ് നടക്കുക. പക്ഷെ ബാക്കി പണിയൊക്കെ തീർക്കണേ. ഇലക്ട്രിക് വർക്കുണ്ട്, പ്ലംബിംഗ് വർക്കുണ്ട്, ടൈൽസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്, ഡോറുണ്ട്. ഇതെല്ലാം തീർന്നെങ്കിൽ പണം വേണം. ഞാൻ നിങ്ങളോട് പണം ചോദിക്കുക, എൻ്റെ പക്ഷേ പ്രാർത്ഥിക്കണം. പണി എത്ര വേഗം പൂർത്തിയായിട്ട് ഞങ്ങൾ അവിടെ താമസിക്കാം. ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെ കേസ് തള്ളിപ്പോയാൽ ഞങ്ങൾക്ക് പിന്നെയും വടക്കേന്ത്യയിൽ പോയി പ്രവർത്തിക്കാൻ ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം ഇനിയും ഞങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ ഞങ്ങളുടെ അനേക ദേവദാസന്മാർക്ക് ഇപ്പോഴും പലർക്കും ഭവനം ഇല്ലാതെ ഇരിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് ഇത്രയും സമയം തന്നെ ക്ഷമയോട് ഇത്ര നേരം കേട്ട് ഇരുന്ന എല്ലാവർക്കും നന്ദി. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം, ഒരു ജീവിതാനുഭവം, ജീവിക്കുന്ന ഒരു ജീവിതാനുഭവം കേൾക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ബീഹാറിൻ്റെ മണ്ണിൽ, UPയുടെ മണ്ണിൽ കർത്താവിന് വേണ്ടി വിവിധ നിലകളിൽ കഷ്ടങ്ങളിലൂടെ താനും തൻ്റെ പ്രിയപ്പെട്ടവളും കടന്നു പോകേണ്ടതായിട്ട് വന്നു. എങ്കിലും കർത്താവ് അവിടെയെല്ലാം കർത്താവിൻ്റെ ദാസനെ കുടുംബമായി നിർത്തി. ഇപ്പോൾ പ്രിയപ്പെട്ടവൻ ഓർപ്പിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ. തനിക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. പ്രിയപ്പെട്ടവൻ ഓർപ്പിച്ചു. ആ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി കൊടുക്കട്ടെ. അതുപോലെ തന്നെ 1-2 ദൈവദാസന്മാർ ജയിലറകളിൽ പേരെടുത്ത് പറഞ്ഞവരുണ്ട്. ശാരീരിക പല ബലഹീനതകൾ അവർക്കുണ്ട്. കർത്താവ് അവരെ വിടുവിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ ദൈവം കൊടുക്കട്ടെ. കണ്ണിലടയ്ക്കാം. ഒരു വാക്ക് ദൈവസനെ സ്തോത്രം ചെയ്യാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ ദാസനോട് കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കും ജീവിതാനുഭവങ്ങൾക്കുമായ സ്തോത്രം. തൻ്റെ ദാസനെ കർത്താവ് ആദരിക്കണമേ, അനുഗ്രഹിക്കണമേ. തൻ്റെ കേസെല്ലാം തള്ളിപ്പോകുവാനും കർത്താവെ, രാജ്യത്ത് സുവിശേഷത്തിന് പ്രതികൂലമായി വ്യാപരിക്കുന്ന ആ നിയമങ്ങൾ എടുത്തു മാറ്റപ്പെടുവാൻ സ്വർഗം പ്രവർത്തിക്കണമേ. തൻ്റെ ദാസൻ്റെ ഭവനത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിക്കുവാൻ ദൈവം അവിടുന്ന് കൃപ ചെയ്യണം. കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി കർത്താവ് കൊടുക്കണം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസിയെയും ഈ അവസരത്തിൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബമായി അനുഗ്രഹിച്ചാട്ടെ. നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.